വെള്ളം വീഴുന്നു. ചെക്ക് ദാറ്റ്. വാട്ടർ ഈസ് there. Hi guys, how are you? Everything good? I am also good. Good? Super? ആരും വന്നില്ല മക്കളെ, മമ്മി ഒറ്റയ്ക്കിരിക്കേനെ. മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന ആഗോള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലസ്തീൻ്റെ ഇഷ്യൂ ആണ്. പാലസ്തീനിൽ നടക്കുന്ന മരണങ്ങൾ, പാലസ്തീനിൽ നടക്കുന്ന വെപ്രാളങ്ങൾ, പാലസ്തീനിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇസ്ലാം മുസ്ലിം സ്ത്രീകളുടെ മെയിൻ കോണാഫിക്കേഷനാണ്. നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. വേണ്ടേ? നമ്മൾ ശക്തമായി പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അവർ വന്ന് തിന്നു കൊണ്ടുപോകുമല്ലോ. ഇത് ഹിന്ദുവിൻ്റെതായി പോലെ കാക്കാമാരത് വരുന്നില്ല, അത് വെയിറ്റ് ചെയ്യുക. അയ്യോ, കാക്കാത്തികളെ കൊണ്ട് ഞാനങ്ങ് വേണിഞ്ഞു. ആഗോള പ്രശ്നമാണ്. എന്തുവാ കേസെന്ന് അറിയണ്ടേ? എടി വീണു, നീ എനിക്കിപ്പോൾ മെസ്സേജ് അയക്കാതെടി പെണ്ണ. എന്തോ പറഞ്ഞോണ്ടോന്നേ ആദ്യം തന്നെ സുന്ദരി എത്തിയല്ലോ. നീലിമ, താങ്ക് യു മോളെ. ഇതൊക്കെ വെച്ച് കേട്ടാണ്. ദിസ് ആൾസ് ബി ഫസ്റ്റ് മേക്കപ്പ്. ഇച്ചിരി മേക്കപ്പ് കുറവുണ്ട്. കൺസീലറും പിന്നെ വേറെന്തരാ പുട്ടിയുണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചൊന്ന് ഇടണം. ഒന്ന് വാങ്ങിച്ചിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യണം എനിക്ക് എന്നെ തന്നെ. മുടി വെട്ടി കോലം കെടുത്തിയത് കണ്ട ആ ചെറുക്കൻ നശിപ്പിച്ച് കയ്യിൽ തന്ന്. ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല പെണ്ണുങ്ങൾ. കോഴിക്കോട് സ്റ്റാർബക്സ് കോഫി ഷോപ്പിന് മുന്നിൽ ഫലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരുമായ 6 പേർക്കെതിരെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തത്. സ്റ്റാർബക്സിന്റെ പരാതിയിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി കോഴിക്കോട് ബീച്ചിലെ സ്റ്റാർബക്സ് റെസ്റ്റോറന്റിലെത്തിയ വിദ്യാർത്ഥികൾ റെസ്റ്റോറന്റിനു സമീപം പോസ്റ്റർ ഒട്ടിച്ചു മടങ്ങി. പിന്നീടാണ് ടൗൺ പോലീസ് കേസെടുത്ത വിവരം അറിയുന്നത്. കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. ഫലസ്തീനിൽ ഇപ്പം 2.5 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് എതിരെ നമ്മൾ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഫറൂഖ് യൂണിറ്റ് കോളേജ് നടത്തിയൊരു പരിപാടിയായിരുന്നു. സ്റ്റാർബക്സിന് മുന്നിൽ പോയിട്ട് കുട്ടികളിലേക്ക് അവയർനെസ് ഉണ്ടാക്കാന്നുള്ളത്, ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതവർ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ കലാപം സൃഷ്ടിച്ചു എന്ന പേരിലാണ് നമുക്ക് കേസ് ചുമത്തിയിട്ടുള്ളത്. ഫലസ്തീനൊപ്പം എന്ന് പറയുന്ന സർക്കാർ സമാധാനപരമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിനെതിരെ കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ നിർദ്ദേശം നൽകുന്നതിന് പിന്നിലെ ഇരട്ടത്താപ്പ് പൊതുജനം മനസ്സിലാക്കണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വളരെ സമാധാനപരമായിട്ടാണ് വിദ്യാർത്ഥികൾ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തത്. പക്ഷേ ആ കുട്ടികൾക്കെതിരെ നിലവിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പുകളടക്കം ചുമത്തിയിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ കളത്തിലുള്ള പോലീസ് ഇത് ആരുടെ കൂടെയാണ് എന്നുള്ള നിലപാട് കൂടി വ്യക്തമാക്കേണ്ട സന്ദർഭം കൂടിയാണ് എന്നുള്ളതാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്. കേരളത്തിലെ പോലീസ് പാലസ്തീനുകാരുടെ കൂടെയല്ല, കേരളത്തിലെ പോലീസ് കേരളക്കാരുടെ കൂടെയാ. ഇനി മിഞ്ചി പോയാൽ ഇന്ത്യക്കാരുടെ കൂടെ, അല്ല പാലസ്തീനുകാരല്ല കേരളക്കാരുള്ള പോലീസിന് ചെലവിന് കൊടുക്കണത്. അനക്കൊക്കെ ഓരോ തോന്നൽ തോന്നും. ഓരോ തോന്നലിന് റോട്ടിലിറങ്ങിയിട്ട് കോരം പ്രസവിക്കും. ഈ കായാത്തിമാരെ കൊണ്ടുവന്ന് എന്തിനാണടാ കോന്താ ഈ പ്രഹസനം നടത്തുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാലസ്തീൻ്റെ സുനായ. എടി കോയാത്തിമാരെ, കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു ലിസ്റ്റ് എടുക്കുക, കഴിഞ്ഞ ഒരു 1 വീക്ക് ലിസ്റ്റ് മാത്രം എടുക്കുക. എത്ര പെമ്പുള്ളരടി ആത്മഹത്യ ചെയ്ത്, അതും കോയാത്തിമാർ തന്നെയല്ലേ മരിച്ചത്? എത്ര കോയാത്തിമാർ തീർന്നു? ഒരെണ്ണ എനിക്ക് ഞങ്ങൾക്ക് ഈ ശ്രീധനം വേണ്ട, ഒരു കൊട പിടിച്ചാൽ തോന്നിയ അതൊന്നും അവളുമാർക്ക് ഒക്കത്തില്ല. അവളുമാർക്ക് പ്രശ്നം എന്താണ്? പാലസ്തീനിൽ അവിടെ ജട്ടി കീറി, അതാണ് പ്രശ്നം. ഇങ്ങനെ കുറേ അടിമ സ്ത്രീകളെ കൊണ്ടുള്ള കെണിയൽ, അസാധ്യ കെണിയലാണ്. പോട്ടെ, പെമ്പുള്ളർ സൂയിസൈഡ് ചെയ്തു, നമ്മളത് വലിയ കാര്യമാക്കണ്ട. കാരണം സൂയിസൈഡ് ചെയ്തവരൊക്കെ നരകത്തിലേക്കാണ് പോകുന്നത്, സ്വർഗത്തിൽ പോകത്തില്ല. കോയാമാർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാനായിട്ട് സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് പോവേണ്ടി വരത്തില്ല ആത്മഹത്യ ചെയ്താൽ. അതറിയാവുന്നതുകൊണ്ടായിരിക്കും അവൾ കയറി തൂങ്ങിയത്. ഈ നിറസ്മോനെ അവിടെ ചെന്നാലും കൂട്ടി കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കേണ്ടെന്നുള്ള പൊതുബോധത്തിലാണ് അവൾ കയറി തൂങ്ങിയിട്ടും ഉണ്ടാവുക. അതുകൊണ്ട് ശരി, നിങ്ങൾ അവർക്ക് കൂട്ടേണ്ടതാണ്. ഞാൻ ആരടി? ഞാൻ കോയാത്തിയാണടി. ഐ ആം എ കോയാത്തി. സ്വയബോധമുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉള്ള അടിമ സ്ത്രീ അല്ലാത്തൊരു കോയാത്തി തന്നെയാണടി ഞാൻ. അത് നിനക്കറിയത്തില്ലടി, ആ മുറിഞ്ഞെട്ടിൻ്റെ മോളെ. കോഴിക്കോട് കൂയി
അതോടെ കേട്ടെ. അപ്പോൾ ഇതിനേക്കാൾ ഉപരി വേറൊരു സാധനം നടന്നു. തലയിൽ തട്ടമിട്ടില്ലെങ്കിൽ നീയൊക്കെ AR വാണി എന്ന് ഒരുത്തൻ പറഞ്ഞേ. ആരാ ഇപ്പോൾ അങ്ങേര് വയസ്സുകാലത്ത് കുഴിയിലേക്ക് 12 കാലം നീട്ടിയിട്ടിരിക്കുന്ന കുത്തുക്കിളവൻ ഇരുന്നുകൊണ്ട് പറയുവാ പെണ്ണുങ്ങളെല്ലാം ആണെന്ന്. ഇങ്ങേരെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങേര് തന്നെ 4 കെട്ടിയിട്ടുണ്ട്. 4 കെട്ടിയില്ലെങ്കിൽ നക്ക് പിറന്നവൻ, 10 കെട്ടിയില്ലെങ്കിൽ ബന്ധിക്ക് പിറന്നവൻ. ഇതാണ് റൂള്. വാട്ട് കോക്കാനാട്ട് ഈസ് ഹാപ്പനിങ് എന്നെങ്കിലും അടിമ സ്ത്രീകൾക്ക് വല്ല ബോധമുണ്ട്? അവിടെ പോയി കൊടി പിടിക്കാൻ. എടീ, നിനക്കൊക്കെ അത്ര അത്യാവശ്യമാണ് കണ്ടാട്ടിമാരല്ല, മാപ്പിളയും കൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിക്കേറി പാലസ്തീനിലേക്ക് പൊയ്ക്കോടികൾ. എന്തിനാടി ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് പ്രോബ്ലംസ് നടക്കുകയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും ചർച്ചിക്കാനില്ലേ? അതൊന്നും നിങ്ങൾ കണ്ടില്ല? നിങ്ങൾക്ക് അതൊന്നും വിഷമമായിട്ട് തോന്നിയില്ല? നിങ്ങൾക്ക് ആകെ തോന്നിയത് പാലസ്തീൻ്റെ കൊണാപ്പിക്കേഷനാണ്. ഈ പാലസ്തീൻ ഭയങ്കര കുഴപ്പമാ. പാലസ്തീനിലാണ് ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളും, പ്രത്യേകിച്ച് ഇസ്ലാമിയ പെണ്ണുങ്ങളെല്ലാം കൂടെ കുത്തിയിരിക്കേണ്ട ചില ഈ താലിബാനിൽ കുറേ പെൺപിള്ളേർ കഷ്ടപ്പെടുന്നുണ്ട്. ഇതാക്കാ പോട്ട്. ഇറാനിലെ പെൺപിള്ളേർ അവിടെ മഴിച്ച് വീഴുന്നുണ്ട്. നിനക്ക് ഇറാനിലെ പെണ്ണുങ്ങളെ പറ്റി പറയാനൊന്നുമില്ല. ഇറാനിലെ പെൺകുട്ടികളെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാനാണ് വലിയ പ്രശ്നം. ആഷിം ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ പോയിരുന്നിട്ട് ചബീന ബീവിയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പോയി കടി പിടിച്ചോണ്ടിരടി കോയാത്തി. എന്തുവാട് ഈ ചേച്ചി ഒരു പാവമാണ്. ആരെങ്കിലും ഒന്ന് തട്ടിക്കളയുമോ ഈ ക്രിമിയെ? കോയാത്തി മീൻസ് ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ സ്വന്തം ആൾക്കാരായ അടിമ സ്ത്രീകളെ ഗോയാത്തി എന്ന് പറയും. അത് ശരി, കോയാത്തി യന്ത്രം നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പോടെ അഴിച്ചു പോടെ. നിങ്ങൾ കോയാത്തി യന്ത്രം എന്ന് അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പോടെ. 6ാം ഭാഗം എന്നുണ്ടോ ചേച്ചി? ഇല്ല മോളെ, അവളെയും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് വേറെ നേരം പോകുന്നില്ല. 6ാം ഭാഗം നാളെയാണ് മോളെ, നാളെയാണ്. പിന്നെ ബിനു അടിമാലിയെ ഞാൻ വിളിച്ചായിരുന്നു. അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ മീറ്റു പറഞ്ഞെന്നാണ്. ശിവനേ, ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ ഒരു സാധനമാണെന്ന് അറിയാം. അവൾ ആരേ ഒരു പേര് പറഞ്ഞു. ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ചെക്കൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാണ്. ഞാൻ എന്തിനു പറയണം? എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയാലും എൻ്റെ ഭർത്താവിന് ചിലവിന് തന്നില്ലെങ്കിലും എനിക്കൊരു ഇത് തരുമോ, എനിക്കൊരു TV ഷോ തരുമോ, എനിക്ക് ഒരു ഇത് തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടിപ്പിടിക്കാൻ പോവത്തില്ല. ഞാൻ ജോലി ചെയ്ത് ജീവിക്കും, അധ്വാനിച്ച് ജീവിക്കും. എവിടെയെങ്കിലും ജോലി ഉണ്ടോ എന്നേ അന്വേഷിക്കുള്ളൂ. അല്ലാതെ ആർട്ടിസ്റ്റാണ്, ഐ ആം എ വെരി ബിഗ് ആർട്ടിസ്റ്റ്. എവിടെയാണ് പാച്ചെന്ന് ചോദിച്ചാൽ, അല്ല എവിടെയാണ് കളിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചങ്ങതി ഇല്ലാത്ത ഒരുത്തിയെ പറ്റി നമ്മൾ 24 മണിക്കൂർ പറഞ്ഞിട്ട് നമുക്ക് വേറെ പണിയില്ലേ? നമുക്കിന്നിപ്പോൾ പാലസ്തീനിലെ പെണ്ണുങ്ങളെ വെച്ച് പറയാം. അതുപോലെ അതല്ലേ നല്ല കാര്യം. ഹായ് ചേച്ചി, തന്മയ മേക്ക. ഹായ് 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 അസീന. വന്നല്ല. എടി കോയാത്തികളെ, നിനക്കൊക്കെ ഒരു പുത്തവും പരബോധവും ഇല്ലേ? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് പാലസ്തീനാണോ പ്രശ്നം? നിങ്ങളെവിടുത്തെ നിലനിൽപ്പാണോ പ്രശ്നം? അതിപ്പോൾ അറിയണം. നിങ്ങൾക്ക് പാലസ്തീനാണോ പ്രശ്നം? ഇന്ത്യയാണോ പ്രശ്നം? ഇന്ത്യയിലെ മണിപ്പൂരിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കുട പിടിച്ചെങ്കിൽ കാര്യമുണ്ട്. ഇനി അതിന് കലാപാഹ്വാനത്തിന് അവർ കേസെടുത്താലും നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കാം. അതെന്താ, ഇന്ത്യയുടെ കാര്യം ഇന്ത്യയിലെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാം. ബിനു അടിമാലിയിൽ ഇതിൽ പ്രതികരിക്കാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അല്ല, അയാൾ പക്ഷേ മറ്റേ ജിനുവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ജിനു ചോദിക്കാൻ അധികാരമുള്ള ആളാണല്ലോ. അയാൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് പറയണത്, അവർ പറയണതാണ്, എനിക്കറിയത്തില്ല. അവരുടെ അടുത്ത് അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഇതൊന്ന് അത് അവളും പറയുന്നുണ്ടല്ലോ, കോംപ്രമൈസ് ആക്കാൻ വിളിച്ചാണ്. ഇതൊന്ന് കോംപ്രമൈസ് ആക്കി ജിനുവിനെ അങ്ങ് തിരിച്ചെത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ സംസാരിച്ചത്. അപ്പോൾ ആദ്യമെല്ലാം വിടെന്ന് പറയുമ്പോൾ വേറെ നമ്പരിൽ നിന്ന് വിളിക്കും. വേറെ നമ്പരിൽ നിന്ന് വിളിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയപ്പോൾ സഹിக்க വയ്യാതെ അയാൾ 1-2 നമ്പർ ബ്ലോക്ക് ചെയ്ത്. പിന്നെ ഒരു നമ്പരിൽ നിന്ന് വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും ബഹളമായപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇത്തിരി പൈസ എങ്കിലും തരണം, എൻ്റെ കയ്യിൽ ചെലവിന് പൈസയില്ല, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അവൻ പറഞ്ഞെന്ന് സൗകര്യമില്ല വെച്ചിട്ട് പാടിയെന്ന്. അതിനുശേഷം അയാൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് അയാൾ പറയണത്. ഇനി അവർക്കിടയിൽ മീറ്റു ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും അടിമാലി നല്ലവനാണെന്ന് പറയാൻ എനിക്ക് അടിമാലി അറിയത്തില്ല. അടിമാലി ചീത്തയാണെന്ന് പറയാൻ അപ്പോഴും എനിക്ക് അടിമാലി അറിയത്തില്ല. ഞാൻ വിളിച്ചപ്പോൾ ചെറുക്കുന്ന മര്യാദയ്ക്കാണ് സംസാരിച്ചത്. എൻ്റെ അടുത്ത് മാനേഴ്സോടുകൂടിയാണ് സംസാരിച്ചത്. എന്നെ എങ്ങും വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാലും അങ്ങനെയല്ലേ പറയുള്ളൂ. ചേച്ചി സൂപ്പർ, ഭയങ്കര തൊലിക്കട്ടി. ആർക്ക് മോളെ, ആർക്കടി തൊലിക്കട്ടി? വീണ നിനക്ക് ജിനുവിനെ തന്നോ? അവന് വീണെ തന്നെ പണിയാൻ പറ്റുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ പാവം എനിക്ക് ജിനുവിനെ എനിക്ക് കിട്ടിയിട്ട് ഞാൻ എൻ്റെ വെനുവിനെ എവിടെ കൊണ്ട് കളയും? ഇവിടെ ഒരാളില്ലെങ്കിൽ ഞാൻ ആലോചിച്ചേരാം.
ആ ചെറുക്കൻ കൊള്ളാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഒരുത്ത ഇരിക്കുകയല്ലേ ഇങ്ങനെ കുത്തുകല്ല് പോലെ, അവനെ ഞാൻ എന്തോന്ന് ചെയ്യും? കൊണ്ടുപോയി ആറ്റിക്കളയാൻ പറ്റുമോ? അതാണെങ്കിൽ അള്ളു പിടിച്ച കണക്കാണ്. വലിയ വേണ്ട 4 കൊല്ലം വരെ പറഞ്ഞിട്ട് എൻ്റെ പിറകെ നടന്ന് ശല്യം മെനക്കെട്ട് എൻ്റെ കൂടെ കൂടിയ ആളാണ്. അത് പിന്നെ വിട്ടുപോണ്ടേ? അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ചേനെ, ആലോചിച്ചേനെ. ഇന്നെന്താ ഫുഡ്? ഇന്നും നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. 72 കൂരികൾ കിട്ടും. അല്ല, 72 കൂരികൾ അവർ ഉണ്ടാക്കി എടുത്തോട്ടായാലും നമുക്ക് തർക്കമില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ, പാലസ്തീനാണോ ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ നേരിടുന്ന പ്രോബ്ലം ആണോ? അഭിലാഷ് ചെല്ലപ്പൻ, ഹായ്. വീണ, നിനക്ക് ജനുവിനെ തന്നു, നീ ഇത് വീണ്ടും വീണ്ടും എഴുതിയിട്ട് വീണ്ടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂ? നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്താ? ഞാനെന്നാ പിന്നെ ഇതൊക്കെ നിർത്തി വയ്ക്കും. ശ്രുതി വാ, ഫോണ് വിളി, നമുക്ക് 2 പേർ കൂടെ ഇരുന്ന് കഥ പറയാം, അതല്ലേ നല്ലത്. ഞാൻ ഈ നിൻ്റെ കൂടെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം ചേച്ചി, അതൊക്കെ കൊടുക്കുന്നവരുടെ ചിന്താഗതിയാണ്. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം എന്നുള്ളത് കൊടുക്കുന്നവരുടെ ഇതാണ്. പെൺകുട്ടികൾ നമ്മളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം ആരുടെടുത്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് പിന്നെ ആക്സെപ്റ്റ് ചെയ്യാം. തിന്നാനും അറുമാദിക്കാനും കൂത്തടിച്ച് കളിക്കാനും ഒക്കെ പൈസ കൊടുക്കുന്നവർക്ക് അതങ്ങനെ തന്നെ പോട്ടെ എന്നാണ് അനുഭവം. ഈ ഇടയ്ക്ക് ഇപ്പം മെനങ്ങാന്ന് അന്നലെ കണ്ട് നടന്നൊരു സംഭവമാണ്. നമ്മുടെ വർക്കല നടന്നതാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഈ വർക്കലുള്ള പിള്ളേർ ആരെങ്കിലും കയറി ജസിപ്പിച്ച റേപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കുറവാണ്. അവിടെ അങ്ങനത്തെ പിള്ളേരൊന്നും എൻ്റെ അറിവിലില്ല. പിള്ളേന്മാരങ്ങനെ ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. കുറച്ച് ഡേർട്ടി പ്ലേസ് ആണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. കാരണം അത് ടൂറിസം ഏരിയ ആണല്ലോ. പിന്നെ അവിടുത്തെ പിള്ളേർ അധികം മിസ്ബിഹേവ് ചെയ്യത്തില്ല. ഒന്നാമത്തെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ വിദേശീയർ അധികം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് പിള്ളേർക്ക് കുറച്ച് ഗൈഡ് ലൈനൊക്കെ പോലീസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. നാക്കുമ്പോൾ എന്തരാണ് കുത്തിക്കയറി 2 അവന്മാരെ കൂടെ നാട് വിട്ട് വന്നതാണ് തിരുനെൽവേലിയിലെ പെണ്ണ്. നാട് വിട്ട് വന്ന് അവന്മാർ ഇവിടെ ഇട്ട് നന്നായിട്ട് പണി കഴിച്ച ശേഷം എടുത്ത് അങ്ങ് കൊക്കയിലോട്ട് ഇട്ട് കൊടുത്തു. പാപനാശമാണത്. എന്ത് പാപം ചെയ്താലും അതിന് തിരുപ്പുള്ളിൽ വെള്ളം എടുത്ത് കുടിച്ചാൽ പാപം തീരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പെണ്ണിൻ്റെ അണ്ടപടാഹം കീറി അവന്മാർ പണിയും കൊടുത്ത് 3ാമതൊരുത്തനെയും കൂടെ കൊണ്ടുവന്ന് 3 പേരുടെ ചേർന്ന് അതിനായിട്ട് പണിയെടുത്ത് അവസാനം പോലീസ് ഇപ്പോൾ ആശുപത്രി കൊണ്ടാക്കിയിട്ടുണ്ട്. കയ്യും കാലും നട്ടലും ഒടിഞ്ഞെന്നാണ് കേൾക്കുന്നത്. തുള്ളിച്ചയാം വീട്ടിൽ നിന്നപ്പോൾ പറ്റൂല, ഇവൻ്റെ കൂടെ ഇറങ്ങി ഓടണം. ഇപ്പോൾ കൂട്ടുകാരനും കൂടെ ഓടുന്നു. എന്തിനടാ നിനക്ക് കൂട്ടുകാരനെന്ന് ചോദിക്കാനുള്ള നാക്കുപോലും ഇല്ല. അതുകൊണ്ട് എന്ത് കിട്ടി? 3 പേരുടെ ചേർന്ന് മത്സരിച്ച് അങ്ങോട്ട് പ്രയോഗിച്ച് ദേ കിടക്കണ ദിന്തരികിടത്തോ. ചേച്ചി പറയുന്നത് സത്യമാണ്. ശ്രീജിത്ത് ഗീത, താങ്ക് യു. ഞാൻ വിളിക്കും, അറിയാലോ. പിന്നെ പോവണ്ണേ എന്ന് പറയരുത്. ഹാപ്പി ന്യൂ ഇയർ, ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ ഇവിടെ എടുക്കുന്നില്ല. പാലസ്തീനും ഈ ഭൂമിയിൽ ഉള്ള പ്ലേസ് അല്ലേ? മിഥില CH, പാലസ്തീൻ മാത്രമല്ലല്ലോ ഈ ഭൂമിയിലുള്ളത്. ഈ ഭൂമിയിലുള്ളത് താലിബാനുമുണ്ട്, ഈ ഭൂമിയിൽ ഇറാനുമുണ്ട്, ഈ ഭൂമിയിൽ ദുബായിയുണ്ട്, ഈ ഭൂമിയിൽ ഖത്തറുണ്ട്, സൗദിയുണ്ട്. ഇതിനൊക്കെ ഉപരി നമ്മൾ ജീവിക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? നമ്മളെവിടെയാണ് നടക്കുന്നത്? നമ്മുടെ നാട്ടിലെ പ്രശ്നം തീർന്നിട്ട് വേണമല്ലോ നാട്ടുകാരെ പ്രശ്നം എടുക്കാൻ. നിങ്ങളുടെ വീട്ടിൽ ചോറും കറിയും വെക്കാനില്ല എങ്കിൽ നിങ്ങൾ അരി തേടി പോവോ? അയലത്തെ വീട്ടുകാരനിക്ക് ചോറും കറിയും ഇല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തേടി പോവോ? നിങ്ങളെ കാര്യമല്ലേ ആദ്യം നോക്കേണ്ടത്. ഹായ്, ടാറ്റ, പിന്നെ കാണാം. ടാറ്റ. ഹായ് ചേച്ചി, ടൈറ്റൻ ക്രിയേഷൻസ്, ബേബി മെസൂണ, മിൻമിനി പൂച്ചി. ഹായ് അക്ക, ഐ ആം മിൻമിനി പൂച്ചി. നല്ല പേരാണ് കേട്ടാ. എവിടുന്ന് വരുന്നേ പിള്ള? തിരുനെൽവേലിയിൽ നിന്നാണോ? കൊച്ച എവിടെയെങ്കിലും വന്ന് ചാടല്ലേ. ഇവിടെ വന്നിട്ട് മലയാളത്താൻ കയറി പിടിച്ചു, മലയാളത്താൻ കയറി ചെയ്തു, മലയാളത്താൻ കുഴപ്പമാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. ചെയ്തത് പാണ്ടികൾ തന്നെ, എന്നിട്ട് മലയാളത്തന്മാർക്കാണ് കുഴപ്പം. എന്തോ ഒരു ഇതിന് ഞാൻ ആ ന്യൂസ് നന്നായിട്ട് കണ്ടു. ഈ വിഷയത്തിൽ ഞാൻ വേറൊരു വിഷയം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 3 മാസം മുമ്പ് നമ്മൾ സ്ത്രീകളെ ഒന്നടങ്കം അവഹേളിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഉസ്താദ് നടത്തി. അല്ല, അന്ന് ഇവളുമാരെവിടെ? കോയാത്തിമാർക്ക് എന്തായിരുന്നു കടിയായിരുന്ന? അന്ന് എവിടെ പോയിരുന്നു? ഇപ്പം എന്തിനാണ് പോയിട്ട് അവിടെ ഒന്നുകൊണ്ട് പോകണം? ഇത് ഈ ഫറൂഖ് കോളേജിനാ മറ്റേ JNU പോലെ ഒന്ന് ആക്കിക്കൊണ്ട് വരാൻ ഒരു ശ്രമം അങ്ങോട്ട് നടത്തുകയാണ്. ഇത് പറ്റൂല, ഒക്കൂല, ഒത്തില്ല. ഹബറിയൂത്ത കുഴപ്പമില്ല ഉച്ച. ഒരുവിധം ഇങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ അങ്ങനെ പോകാനുണ്ട്. കുഴപ്പമില്ല, ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ടെലിഗ്രാമിൽ ഓൻ അയച്ച കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. അയ്യോ, കഷ്ടം കുക്കഷ്ടം. ഇതിനെതിരെയൊന്നും അവർക്ക് വാളെടുക്കണ്ട. ഇതൊന്നും അവരുടെ പ്രശ്നമല്ല. അവരുടെ ആഭ്യന്തര പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പാലസ്തീന് പെണ്ണുങ്ങൾ ആരാണ്ട് എന്തരാ ചെയ്തെന്ന്. പാലസ്തീനാണ് ഇവളുമാർക്ക് ചെല്ലുന്നത്. ഇവളുമാർക്ക് സത്യം പറഞ്ഞാൽ പാസ്പോർട്ട് കൊടുത്തങ്ങ് വിടണം. പാലസ്തീനിൽ പോയിക്കോളാൻ പറയണം. അദ്ദേഹത്തിനെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പരാതിക്കാരികളാണല്ലോ, എന്താണ് പ്രതികരണം?
ഇത് മുസ്ലിം സ്ത്രീകളുടെ വിജയമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മുസ്ലിം സ്ത്രീകൾ ആത്മാഭിമാനമില്ലാത്ത ആളാണെന്നും അവർക്ക് അന്തസ്സില്ല എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് പലപ്പോഴും മത സംഘടനാ നേതൃത്വങ്ങളൊക്കെ അവരുടെയൊക്കെ നിലപാട്. അതിനെതിരെയാണ് നമ്മൾ ശക്തമായി നിലകൊണ്ടത്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അഴിഞ്ഞാട്ടക്കാരികൾ എന്ന് പറയുന്ന തട്ടമിട്ടവരും ഇടാത്തവരും തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ തട്ടമിടാത്തവരെല്ലാം ഇസ്ലാമിക വിശ്വാസികളല്ല എന്ന രീതിയിലുള്ള സമീപനമാണ്. അത് മാത്രമല്ല, നമ്മുടെ സമുദായം അതൊരു വാലിഡ് പോയിന്റാണ് സൂറത്ത പറഞ്ഞത്. ഈ പെണ്ണുങ്ങൾക്കിടയിൽ തന്നെ ഒരു ഇതുണ്ടാക്കി കൊടുക്കും. അത് ഞാൻ മുൻപേ പറഞ്ഞൊരു വസ്തുതയാണ്. അതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലയിൽ തട്ടമിട്ട് നടന്ന നീയൊക്കെ ഡീസൻ്റ് എന്നും തലയിൽ തട്ടമില്ലാതെ നടക്കുന്ന ആ മറ്റു പെണ്ണുങ്ങളൊക്കെ മോശമാണെന്നും ഈ പെണ്ണുങ്ങളെടുത്തൊന്ന് പറഞ്ഞു കൊടുക്കും. ഇതനുസരിച്ചിട്ട് കുറേ കമൻസ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നീ ഇങ്ങനെ നടന്ന ഉരിഞ്ഞും പറക്കിക്കൊണ്ട്. ഇതെല്ലാത്തിലും കോമഡി. ദുബായ് ബേസ്ഡ് ആയിട്ട് ഒരു പെണ്ണുമ്പിളയുണ്ട്. കണ്ണാടിയൊക്കെ വെച്ചൊരു സാധനമില്ലേ, അവളെ പേര് എനിക്കറിയത്തില്ല. ഈ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഷാലുവിൻ്റെ അടുത്തൊക്കെ കിടന്ന് അടികൂടിയ ഒരു പെണ്ണ്. അവൾ പറയുന്ന ഒരു ഇതുണ്ട്. ഒരു പാത്രം നിറച്ച് ഫ്രൂട്ട്സ് വെച്ചിരിക്കും. എന്നിട്ട് ഈ ഫ്രൂട്ട്സ് കണ്ടോ, ഇതാണ് നമ്മൾ സ്ത്രീകൾ, ഇത് തുറന്നു വെച്ചാൽ ഈച്ച പറ്റും, അടച്ചു വെക്കും. എന്നിട്ട് പറയും, കണ്ടോ, ഇതാണ് നമ്മൾ മുസ്ലിം സ്ത്രീകൾ, അടച്ചു വെച്ചാൽ നമ്മൾ സേഫ് ആയിരിക്കും. സ്ത്രീത്വത്തിന് സ്വന്തമായി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു വെച്ചാൽ അവൾക്ക് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞയായിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കണം, നെറ്റിയടി അടിച്ചു കൊടുക്കണം. എടി ഡാഷ് മോളെ, ഇതാണ് നിനക്കുള്ള ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല അവാർഡ്, എന്നാ പിടിച്ചോ, കൊണ്ടുപോയി പുഴുങ്ങി തിന്നെന്ന് പറയണം. എന്തുവാ, തട്ടമിട്ടാൽ കുലസ്ത്രീ ആവുമെന്ന് ഉസ്താദ് പറഞ്ഞു. എക്സാക്ട്ലി. മുബീസ് പാരഡൈസ്. പെണ്ണ് തന്നെ. അയ്യോപ്പോ, ഇത്രയും ടോക്സിക്കായ ഒരു സാധനം. തല മുഴുക്ക അങ്ങോട്ട് മുട്ടിക്കറ്റി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അങ്ങ് തകർക്കും. പക്ഷെ എല്ലാവരും, അതായത് ഉസ്താക്കന്മാരൊക്കെ പെണ്ണ് പറയുന്നത് വേറെ രീതിയിലാണ്. എന്നാലും പെണ്ണ് അതിനകത്ത് അങ്ങോട്ട് നിൽക്കണം. ഞാൻ ഭയങ്കര മേത്തച്ചിയാണ്, ബാക്കി എല്ലാവരും കുഴപ്പമാണ്, ഞാൻ ഭയങ്കര ശംഭവമാണെന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ റിനോവേഷൻ അല്ലെങ്കിൽ നവോത്ഥാനം വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാലങ്ങളായി ഉണ്ടായിരുന്ന നവോത്ഥാന നായകന്മാരിൽ ഒരാൾ തന്നെയാണ് മുഹമ്മദ് നബി. അക്കാലഘട്ടങ്ങളിൽ നവോത്ഥാനം കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു. അത് ജൂത കമ്മ്യൂണിറ്റി തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് വന്ന ഒരാളാണ് പുള്ളി ജൂതനായി ജനിച്ചൊരു വ്യക്തിയാണ്. പുള്ളി ജൂത സമുദായത്തിലുള്ള ആളും തന്നെയാണ്. പിന്നെയാണ് പുള്ളിയാണ് ഇസ്ലാം മതം എന്നൊരു സാധനം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു നവോത്ഥാന പാരമ്പര്യം കൊണ്ടുവന്നാൽ അത് ആ കാലഘട്ടത്തിൽ പ്രാക്ടിക്കൽ ആകുമെന്നതിനപ്പുറം കാലം പോകെ അത് പ്രാക്ടിക്കലാകുമോ? ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സീരിയൽ കണ്ടു. ജയറാമൊക്കെ അഭിനയിച്ചതാണ് ആ സീരിയൽ, സിനിമയല്ല, ഈ സ്റ്റേജ് ഷോ. അതിനകത്ത് ജയറാമുണ്ട്. ജയറാം അഭിനയിക്കുന്നത് പാഞ്ചാലിയുടെ അച്ഛനായിട്ടാണ്. പാഞ്ചാലി പഞ്ചപാണ്ഡവന്മാരെയൊക്കെ ഭയങ്കര വൾഗറായിട്ട് എടുത്തു വെച്ച് അലക്കി അവർ സ്കിറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് മുഹമ്മദ് നബിയെയും 13 ഭാര്യമാരെയും വെച്ചൊരു സ്കിറ്റ് തയ്യാറാക്കാൻ പറ്റും? പറഞ്ഞേ. ശിവനെ വെച്ച് പറയുന്നു, ഗണപതിയെ വെച്ച് പറയുന്നു, ഇനി ക്രിസ്ത്യ മതത്തിലുള്ളത് എടുത്തു വെച്ച് പറയുന്നു. നമ്മൾ എല്ലാവരെയും യൂദാസ് എന്ന് എടുത്തു പറയുന്നു, അവരുടെ മതത്തിലുള്ള സർവ്വതയെ എടുത്തു വെച്ച് പറയും. ആർക്കെങ്കിലും ധൈര്യമുണ്ട് മുഹമ്മദ് നബിയും 13 പെണ്ടാട്ടിമാരും പറയാനുള്ള ധൈര്യമുണ്ടോ? പറഞ്ഞാൽ പണി കിട്ടും. കഴുത്തിന് മേളിൽ തല വീണത്തില്ല. അതൊരു പ്രത്യേകതരം ഇതാ. പക്ഷെ വാസ്തവത്തിൽ ആ ജീവിതചര്യ ശരിക്കും ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാം. അത് ആ കാലഘട്ടത്തിലൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് വിധവകൾ ഉണ്ടായിരുന്നു. വിധവകളുടെ സംരക്ഷണം ഏർപ്പാടാക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ചൊരു വഴിയാണ് വിവാഹം കഴിക്കുക എന്ന്. വിധവകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വിധവകൾ ഉണ്ടാകാതിരിക്കാൻ യുദ്ധങ്ങൾ നിർത്തലാക്കുക എന്നൊരു ടൈമുണ്ട്. അതത് പറ്റൂല. യുദ്ധം ചെയ്താലേ, പടയോട്ടം നടത്തിയാലേ പണം ചേരുള്ളൂ. ചുമ്മാ ഇരുന്ന് കൃഷിയൊക്കെ നടത്തി ചോറും കറി നിന്നുകൊണ്ടിരുന്ന് നടക്കൂല. അന്യൻ്റെ മുതൽ തട്ടിയെടുത്താലേ ഭണ്ഡാരപ്പെട്ടി നിറയുള്ളൂ. ആ സിസ്റ്റം തന്നെയാണ് പണ്ട് കാലഘട്ടങ്ങളിൽ ചോളന്മാരായിരുന്നാലും ഈ രജപുത്തായിരുന്നാലും എല്ലാ രാജാക്കന്മാരും ഫോളോ ചെയ്തിരുന്ന ഒരു സാധനം അത് തന്നെ. പടയോട്ടങ്ങൾ നടത്തുക, മറ്റ് രാജ്യങ്ങളിലേക്ക് പടക്കുതിരയെ പറഞ്ഞു വിട്ട് അവിടം വെട്ടിപ്പിടിച്ച് അവിടുത്തെ അസറ്റ് കയ്യേറ്റി ആ രാജ്യത്തെ ആണ്ടുവാഴുക. അതെല്ലാവരും ചെയ്തത് തന്നെ. അത് തന്നെയാണ് പുള്ളിയും ചെയ്ത ബദർ യുദ്ധം തൊട്ട് എല്ലാം അത് തന്നെയാണ്. ഈ പറയുന്ന കഅബ കീഴടക്കാൻ വേണ്ടി പുള്ളി നടത്തിയ യുദ്ധങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് വിധവ എന്നൊരു സാധനം വരേണ്ടി വന്നു. അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദുബൈയിൽ വെടിപ്പുരയാണ്. അതാര്? റംസാൻ നോമ്പ് തട്ടിപ്പാണ് ഇനി മുതൽ ഞാൻ നോക്കില്ല. ഹായ് ഷഫീന മാഡം.
അപ്പം അന്ന് നടന്ന സംഭവങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഓക്കെയാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എന്താണ് അത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് ഫോളോ ചെയ്യണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും ഹറാമാണ്, മാതൃഭോഗത്തിന് തുല്യമാണ്. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന പലിശക്കാരന്മാരൊക്കെ മെയിനായിട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങളിൽ തന്നെയാണ്. ഈ തെറ്റിൽ പിജോ ജോസഫിൻ്റെ പെണ്ടാട്ടി മാപ്പിള എന്ന് പറഞ്ഞ് വെപ്പാട്ടനായിട്ട് നിൽക്കുന്ന അവൻ ഇവിടുത്തെ നമ്പർ 1 വട്ടിപ്പലിശക്കാരനാണ്. അവൻ മാതൃഭോഗിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? നമ്മളൊക്കെ അതങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയത്തില്ലേ? റസിയ മിഥിൽ രാജിനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാം അല്ലേ? നീ അതടി കുരുങ്ങത്തി വീട് എവിടെയാണ്? കറണ്ട് മേലിൽ ആണ്. യു കോൾ മീ മങ്കി. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് അടിയൂടെ. പട്ടാണി ക്യാരറ്റ് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അവിടെ ചെന്നാൽ ക്യാരറ്റ് കട ഏതെന്ന് ഓർത്തവൾ വിഷമിക്കേണ്ട. ലുലുവിൽ പോയാൽ നല്ല വിവിധ തരം ക്യാരറ്റ് കിട്ടും. അതായത് പാലസ്തീൻ ക്യാരറ്റ്, ഇസ്രായേൽ ക്യാരറ്റ്, അമേരിക്കൻ ക്യാരറ്റ്, UK ക്യാരറ്റ്, എന്തിനധികം പാകിസ്ഥാൻ തൊട്ട് ബംഗ്ലാദേശിലെ ക്യാരറ്റ് വരെ കിട്ടും. യൂസ് ഇറ്റ്. ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ഏതാ? തന്നെ അപകീർത്തികരക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു പ്രാകൃത മതമാണ് ഈ ഇസ്ലാം മതം എന്ന് മറ്റുള്ള സഹോദര സമുദായങ്ങൾക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു സമീപനം. മാത്രമല്ല അദ്ദേഹം ഇത് ഒരു തവണയല്ല പറഞ്ഞത്, പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടി ചോദിക്കുന്നതനുസരിച്ച് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം പിന്നെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹിജാബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹിജാബ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ വളരെ കാലമായി ഈ വിഷയത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉമ്മാമാൻ്റെ ആങ്ങളമാരൊക്കെ വലിയ പണ്ഡിതരായിരുന്നു. അവരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാമയൊന്നും ആരും തന്നെ അങ്ങനെ പർദ്ദ ധരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു കുറേ കാലങ്ങളായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഖുറാനിൽ 7 ഈ ഹിജാബിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ 7 ഹിജാബ് എന്ന് പറഞ്ഞ ഒരു ഹിജാബ് എന്ന് പറയുന്നതിന് മൂടുപടമെന്നല്ല ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിനെ പുരുഷന്മാർ വ്യാഖ്യാനിച്ച് മൂടുപടമാണ്, തലേന്ന് മൂടിയിടണം എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെ ഒരു പരാമർശം അതിലില്ല. അതിൽ പലതരത്തിൽ ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ, യുദ്ധത്തിന്റെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന സമയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അതിൽ നിന്നൊരു വേറിട്ടിട്ടൊരു വസ്ത്രം വേണം എന്നുള്ള രീതിയിൽ കർട്ടൻ, മറ, അങ്ങനെയൊക്കെയാണ് അതിൽ അധികം അർത്ഥം വരുന്നത്. പിന്നെ ഒരു വേർഡ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും ഖുർആനിൽ. പക്ഷെ ഇവരെ വ്യാഖ്യാനിച്ച അതേ വാക്കുകൾ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അടിച്ചമർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അവരുടെ അധീനതയിലാക്കാന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അല്ലാതെ സ്ത്രീകൾ തട്ടിടാണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിലൊക്കെ ഒന്നും പോകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മനുഷ്യന്റെ അവകാശമാണത്. ഏത് സ്ത്രീ ആയാലും അവർക്ക് എന്ത് വസ്ത്ര സ്വാതന്ത്ര്യം അവർക്ക് മൗലികമായ അവകാശമാണ്. ആ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് മാത്രമല്ല അവരൊക്കെ വളരെ മോശമായ, മലബാറിലേക്ക് വന്നാൽ ആ ഒരു ഭാഷ ഉണ്ടല്ലോ, അഴിഞ്ഞാട്ടക്കാരി എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു ഭാഷയാണ് ഇങ്ങോട്ടേക്ക് വന്നാൽ. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ തന്നെ അത് വളരെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് സ്ത്രീകളെ കുറിച്ചുള്ള. അപ്പൊ ഇതില് 2-3 കാര്യങ്ങൾ ഇപ്പൊ ഇതുണ്ടല്ലോ. അപ്പം ഹിജാബ് എന്ന് പറയുമ്പം അത് ഹിജാബിന്റെ അർത്ഥം വെറും മൂടുപടം മാത്രമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതിന് അപ്പുറത്ത് പിന്നെ മനുഷ്യാവകാശം ഒരു ഭരണഘടന. ഹിജാബ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കണ്ണുകൾക്കാണ് ഹിജാബ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എനിക്ക് മനസ്സിലായതാണ്. ഹിജാബ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ആണിൻ്റെ കണ്ണുകൾക്കാണ്. അന്യ സ്ത്രീയെ മറ്റൊരു രീതിയിൽ നോക്കാനേ പാടില്ല എന്ന് ആണുങ്ങളോട് നിഷ്കർഷിച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് ജീവിക്കാൻ ആണുങ്ങളെടുത്താണ് പറയുന്നത്. ഇളകി മറിഞ്ഞ് കുത്തളിച്ച് നടക്കുന്ന ആണുങ്ങളെ കൈപ്പിടിയിലാക്കാനും ഒതുക്കാനും മര്യാദയ്ക്ക് നടത്താനും വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം തന്നെ വക്രീകരിച്ച് വളച്ചൊടിച്ച് സ്ത്രീകളെ അടിമയാക്കുകയും അവരുടെ അധീനതയിൽ കൊണ്ടുവരാനും ശ്രമിച്ചു എന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. മമ്മൂട്ടിയുടെ ഭാര്യ ഇടുന്നില്ല തട്ടം, എൻ്റെ ഈ തീട്ടങ്ങൾ അവിടെ കൊരിക്കാത്തെ, അത് നദിയാമൈദ് തൊട്ടുള്ള മുസ്ലിം സ്ത്രീകളാരും അത് ഇടത്തില്ല. അത് നിർബന്ധമല്ല. സിനി ഫീൽഡിൽ നിൽക്കുന്നവർക്കൊന്നും ഇതിടണമെന്ന് നിർബന്ധമില്ല. അവിടെ കയറി കളിച്ച് അവർ കേസ് കൊടുക്കും. നഷ്ടപരിഹാര തുക നല്ലൊരു എമൗണ്ട് കൊണ്ടുപോയി കെട്ടിവെക്കേണ്ടി വരും. അപ്പോൾ അത് ബാധിക്കപ്പെട്ടത് അവർക്കൊക്കെ കൂടെ തന്നെയാണ്. പക്ഷെ അവരാരും പ്രതികരിക്കത്തില്ല. അവർ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്, പ്രതികരിക്കുകയാണ് വേണ്ടത്. പാലസ്തീനിൽ ആരാണ്ട ഉടുപ്പ് പൊക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് മോങ്ങുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ല എന്ന രീതിയിൽ ഓരോന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെയാണ് സംസാരിക്കേണ്ടത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇടുക,
നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്താണ് അനുയോജ്യം അത് ഇടുക. നിങ്ങൾ താമസിക്കുന്ന ഒരു ബഹുസ്വര രാജ്യത്താണ്. മറ്റുള്ളവർ ധരിക്കുന്ന അതേ വസ്ത്രങ്ങൾ അവർ ധരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് ഇങ്ങനെ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ ഉൾനോക്കം മറ്റൊന്നാണ്. നമ്മളെ ആ രീതിയിൽ അടിച്ചമർത്തി കൂടെ നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ ഭയങ്കര കുലസ്ത്രീകളും ബാക്കിയുള്ളവരെല്ലാം പിഴച്ചവളുമാരെന്ന് അവർ പറയുമ്പോഴേ ബാക്കിയുള്ള സ്ത്രീകൾക്ക് പ്രതികരണ ശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ജീവിക്കുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു അവകാശമുണ്ട്. ആ അവകാശങ്ങളെയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കേസിന്റെ പുറകെ തന്നെ നടന്ന് പല നിയമവിദഗ്ധരെയും കാണുകയും സംസാരിക്കുകയും കുറെ പുറകെ നടന്നതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത്. അത് സ്ത്രീകളുടെ വിജയമാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒക്ടോബറിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പരാതി ആ സമയത്ത് തന്നെ കൊടുത്തിരുന്നു. കേസ് എടുക്കുന്നത് ഇപ്പോൾ ജനുവരിയിലാണ്. ഒരു കാലതാമസം ഉണ്ടായോ? കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ചില കാരണങ്ങളുണ്ട്. അവർ പറഞ്ഞത് നിയമോപദേശം കിട്ടി പോലീസുകാർക്ക് എടുക്കാൻ പറ്റില്ല, കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കോടതിയിലേക്ക് നേരിട്ട് പോകാൻ പറയുമ്പോൾ പറയുന്നത് വീണ്ടും പിന്നെ ലോക്കൽ പോലീസിന് കൊടുക്കണം, എന്നിട്ട് കമ്മീഷണർക്ക് കൊടുക്കണം, എന്നാലേ കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നിയമപരമായ കുറെ തടസ്സങ്ങൾ അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇങ്ങനെ ഒരു കേസ് എടുത്തു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് എന്ത് വില കൊടുത്തും ഇത് നിലനിർത്തിയത് കൊണ്ടുപോകുന്നതിനാണ് വിചാരിക്കുന്നത്. സംഭവം ഉണ്ടായതിന് പിന്നാലെ കുടുംബശ്രീയുടെ ഒരു വേദിയിൽ വെച്ച് തട്ടം നീക്കിയൊക്കെ പ്രതിഷേധിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്, അറിയില്ലേ? ഷാഹുൽ ഹമീദിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പ്രതിഷേധത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഞാനന്ന് പ്രതിഷേധിച്ചതിനെതിരെ എന്നോട് വന്നിട്ട് മോശമായി പറഞ്ഞ അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കണമല്ലോ. കേസെടുക്കാൻ നമ്മൾ സ്ത്രീകളൊന്നും അല്ലാതായി പോകൂലേ? നമ്മൾ ഈ പുരുഷന്മാരാണെങ്കിൽ എന്തെങ്കിലും തൊട്ടതിന് നോടുന്നതിനെല്ലാം കേസിന് പോകുന്നില്ലേ? അപ്പൊ നമുക്കൊന്നും എന്താ അതിനുള്ള അധികാരമില്ലേ, അവകാശമില്ലേ, കഴിവില്ലേ? മുസ്ലിം സ്ത്രീകളൊക്കെ നല്ല കഴിവുള്ള സ്ത്രീകളാണ്. ഇവരൊക്കെ നിശബ്ദരാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും നിശബ്ദരാക്കപ്പെട്ടു പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതെന്താ വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. മഹല്ല് കമ്മിറ്റി പുറത്താക്കും മറ്റേതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേടികളാണ് ഒന്നാമത്. ഇവരെല്ലാം മനസ്സിലുണ്ട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നമ്മൾ പിന്തുടർച്ച അവകാശത്തിന് പോയിട്ടുണ്ട്. ആർക്കാണ് പൈസ പിന്നെ സാമ്പത്തികമായി വേണ്ടെന്ന് പറയുന്നത്? അവർക്കെല്ലാം 2-3 പെൺകുട്ടികളുള്ളവരൊക്കെ ആശങ്കയിലാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരോട് പറയണമെന്ന് അറിയില്ല. ഈ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ സ്ത്രീകളെ ഏതെല്ലാം തരത്തിൽ അധീനതയിലാക്കുക, അതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വായിത്തോന്നിയതൊക്കെ ഇത് ഒരു വ്യക്തിയോടോ ഒരു കൂട്ടം ആളുകളോടാണോ അദ്ദേഹം പറഞ്ഞത്? ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു പരിപാടിയിലല്ല അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ലോകം മുഴുവനുള്ള ആളുകൾ എന്താ കരുതുക? സ്ത്രീകളെല്ലാം അജ്ഞാതക്കാരികളാണെന്നാണോ? അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രതികരണം ഉണ്ടാവട്ടെ, പ്രതികരിക്കണമല്ലോ. ഇതൊക്കെ അറിയാൻ തന്നെയല്ലേ ചർച്ചകൾ വരുന്നത്. ഏത് ഭീഷണിയും വരട്ടെ, എല്ലാ ഭീഷണിയും നേരിടാൻ തയ്യാറാണ്. മിടുക്കി. പ്രായം കുറച്ചായിപ്പോയി, പക്ഷേ സ്റ്റിൽ കറക്റ്റാണ്. അവർ പറഞ്ഞത് വലിയൊരു കാര്യം. വലിയ സത്യങ്ങളിൽ ഒരു സത്യം ഈ പെൺകുട്ടികളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളെ വന്ന് തെറി വിളിക്കുന്നത് ഇവളുമാർ തന്നെയാണ്. ഇവളുമാരെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ഇവര് ഡീസൻ്റ് ആണെന്നും ഇതുപോലെ തട്ടമിട്ടുകൊണ്ട് നടന്നാൽ അവർ പതിവ്രതകളാണെന്നും കുലസ്ത്രീകളാണെന്നും അവർക്ക് പെട്ടെന്ന് ഈമാനിൻ്റെ വെള്ളി വെളിച്ചം കിട്ടിയിട്ട് അവിടെ ചെന്ന് മാപ്പിളയ്ക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുമെന്നും ഒക്കെ ഈ പെൺകുട്ടികളെ തെറ്റായി ധരിപ്പിച്ച്, അത് ഈ പെണ്ണുങ്ങളോടുള്ള ഒരു സ്ട്രാറ്റജി അതാണ്. സാധാരണ ഈ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരുടെ ഒരു കളി എന്താണെന്നറിയാമോ? അവർക്ക് വേറൊരു പെണ്ണിനെ വലയിലാക്കണമെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്തി പറഞ്ഞു കൊടുക്കും. പടുമോശമായിട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തി പറഞ്ഞു കൊടുക്കും ഈ വരുന്ന കാമുകിയോട്. അവൾ കേട്ടിട്ട് ഈ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നവൻ നാളെ എന്നെയും കുറ്റപ്പെടുത്തുമെന്നുള്ള ഒരു സാമാന്യ ബോധമാണത്. ഇന്ന് അവൻ ഭാര്യയെ അവൻ്റെ കുട്ടികളുടെ അമ്മയെ പറ്റി ഇത്രയും മോശമായി പറയുന്നു, നാളെ എന്നെ പറ്റിയും ഇത് പറയാം എന്നൊരു ബോധം പോലും ഇല്ലാതെ ശരി എന്നാൽ അവളെക്കാട്ടിയും കേമി ഞാനാണ്, എന്നാൽ പിന്നെ അവനൊരു ജീവിതം ഞാനങ്ങ് കോത്തേക്കാന്ന് പറഞ്ഞ് പോയി ചാടുന്ന പെണ്ണുങ്ങളെ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. സ്ത്രീകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. പോയി കുനിഞ്ഞു നിന്നിട്ട് ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? എന്തുവാ ലക്ഷ്മി എഴുതി വെക്കണേ? ആലീസ് എല്ലാവർക്കും വിഗ് വെക്കാം. വണ്ടർ നിങ്ങൾ എന്തുവാ ഇവിടെ കിടന്ന് അടി കൂടുന്ന പിള്ളേർ? ഈ കമൻസ് വായിച്ചിട്ടില്ല, ആദ്യം മുതൽ എടുക്കട്ടെ. തട്ടമിട്ടതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. ഈ 4 കല്യാണം കഴിക്കാം എന്നുള്ള രീതി
ഇവർ പറയുന്നു, അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിയമം അത് പറയുന്നുണ്ട്, ഞങ്ങളുടെ കിതാബ് അത് പറയുന്നുണ്ട്. എടേ, അത് കിതാബിൽ ആ പെണ്ണുങ്ങൾക്കും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് വിവാഹം കഴിക്കാം, പെണ്ണുങ്ങൾക്ക് ഫസഹ് ചൊല്ലിയിട്ട് അടുത്തതിനെ കെട്ടാം. അവിടെ 4 നിശ്ചിത്, പെണ്ണുങ്ങൾക്ക് അപ്പാടെ കെട്ടാം, 4 അല്ല 40 കെട്ടാം. ആണുങ്ങൾക്ക് 4 പറ്റുള്ളൂ. 5ാമത് ഒരെണ്ണം കിട്ടണേ ഈ വെച്ചുകൊണ്ട് 4 എണ്ണത്തിനെയും വെച്ചുകൊണ്ട് ജീവിക്കാൻ അവന് പറ്റും. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, കളഞ്ഞിട്ടെടുത്ത് കെട്ടാം എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ 4 പെണ്ണുങ്ങൾ ഇത് തയ്യാറായി നിൽക്കുന്നിടത്ത് നമ്മൾ മിണ്ടാതിരിക്കുക നിവർത്തിയുള്ളൂ. ബഷീർ 3ാമത്തതാണ്. ആദ്യത്തെ പെണ്ണുമ്പിളെ പിടിച്ച് നല്ല പൊട്ടീര് കൊടുക്കുകയല്ലേ വേണ്ട പെണ്ണുങ്ങൾ. എന്തുവാടി നീ കാണിക്കണേന്ന് ചോദിച്ചുകൊണ്ട് ആദ്യത്തെ ഭാര്യ, അവൻ്റെ ആദ്യത്തെ ഭാര്യ എന്ന അവകാശം അതിന് മുമ്പുണ്ടായില്ലെന്ന് അറിയത്തില്ല. ആദ്യത്തെ ഭാര്യയെ പറയണത് ആ പെണ്ണിൻ്റെ പേരെന്തായിരുന്നു? യാതാണ്ട് ആ ഒരു പെണ്ണ്, ഒരു ഉണ്ടച്ചി പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ പേരെന്തുവായിരുന്നു? സനയെന്ന ചോനുവാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. ചോനുവിന് കുഴപ്പമില്ല, എനിക്ക് ചിക്കനും മട്ടനും നാട് നീളെ നടന്ന് തെണ്ടി നടന്ന് തിന്നാ മതി എന്ന് പറയുന്നിടത്ത് നമ്മളവളെ എന്തോ പറയാൻ. അടുത്ത ഒരെണ്ണം, വേറൊരു വാണക്കുറ്റി ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് വാല്യൂ ഉണ്ടായിരിക്കും, ഞാൻ അവിടെ കുത്തിക്കയറേണ്ട കാര്യമില്ല. പക്ഷെ അവളുടെ തല നിറച്ച് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇവളെക്കാൾ കേമി അവളാണ് എന്ന് ഉള്ള ബോധം. അത് നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? അവളെക്കാൾ കേമി ഇവളാണെന്ന് അവൻ പറഞ്ഞു കൊടുത്തല്ലേ. നമുക്ക് കാണാൻ പറയുമ്പോൾ രണ്ടും പൊട്ടത്തികളാണെന്ന്. ഇവൾ അവൻ പറ്റിക്കുന്നു, അവളെ ഇവള് പറ്റിക്കുന്നു, രണ്ടിനെയും പറ്റിക്കുന്നത് അവൻ. മൊത്തം ഒരു പറ്റിപ്പ് കുടുംബം. അത് കാണാൻ വായും കീറി നാക്കും തൊങ്ങിയിട്ട് കുറേ മലവാണങ്ങളും മേത്തച്ചികളി തന്നെയാ. അയ്യോ, എന്തെല്ലാണെന്നത്? കുനാഫത്തുള്ള, കുൽഫുൽത്തുള്ള, അൽഫുൽത്തുള്ള, അൽകുബ്തുള്ള കമൻസാ. ഞാനിരുന്ന് ആലോചിക്കുകയും ചെയ്യും, ഇതിനൊക്കെ കിളിപാറിയതാണോ? ഇതിൻ്റെയൊക്കെ കെട്ടിയവന്മാർ വേറെ കെട്ടിയാൽ സമ്മതിച്ചു കൊടുക്കും. അതുങ്ങൾക്ക് സമ്മതിക്കത്തില്ല. അവക്കല്ലേ കിട്ടട്ട് കുറച്ചുകൂടെ കിട്ടട്ട്. വരട്ടെ, ബോട്ടുകൾ വരുന്നത് നല്ലതാണ്. ഇന്ന് നമുക്ക് കൂടുതൽ വ്യൂ കിട്ടും. നിങ്ങളവിടെ കുത്തിയിരുന്ന് എഴുതിയിടി പിള്ളേരെ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കമൻറ്റ് വന്നാൽ ഞാൻ വായിക്കും. മലയാളത്തിലായ വലിയ ഉപകാരം. അപ്പം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അല്ലാത്തത് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ മോനെ, അവിടെ ഇരുന്ന് പറഞ്ഞോടാ. ഉതറി ബേട്ടോ നെയ് ജാനേക്കാ. ഫോൺ ഇങ്ങനെ പിടിക്കുന്ന രസമില്ല, ഇങ്ങനെ പിടിക്കുന്നതാണ് എനിക്ക് യഥം. മറ്റത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാണ് എനിക്ക് സുഖം, ഇതാണ് സുഖം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യങ്ങളിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ പെണ്ണുങ്ങൾ മുൻപോട്ട് വരട്ടെ. ഇനിയും സ്ത്രീകളെ അവഹേളിക്കുന്നത് നിർത്തലാക്കട്ടെ. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒറ്റ കാര്യം മാത്രം. ഒറ്റ കാര്യം മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഇവർക്കെതിരെ ഒരുപാട് ആക്രമണങ്ങളുണ്ട്. പിന്നെ അവർ നിൽക്കുന്ന നല്ല സുൽഫത്ത്, ഇവരൊക്കെ ഓരോരോ കാറ്റഗറിയാണ്. ഇവർ ഒരുപാട് കാര്യങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മീഡിയ അറ്റൻഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, കറക്റ്റ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു രീതി ഇസ്ലാമിക വിരുദ്ധത പറയുന്നവർക്ക് തീരെ ഉണ്ടാവത്തില്ല. ഇസ്ലാമികമായിട്ട് നിന്നുകൊണ്ട് കുനാഫത്തുള്ളയും കുൽഫത്തുള്ളയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെണ്ടിത്തരം പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. അത് നമുക്കറിയാം. പക്ഷെ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ സ്ത്രീകളെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരികൾ നമ്മൾ തന്നെയാണ്. നമ്മൾ റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ അവരങ്ങനെ ഉപദ്രവിക്കുന്നത്. ഫസ്റ്റ് തിങ്, നമുക്ക് എഡ്യൂക്കേഷൻ നിർബന്ധമായി വേണമെന്ന് നമ്മൾ തന്നെ ആവശ്യപ്പെടുക. ഇനിയുള്ള കാലത്ത് ഞാനിപ്പം എനിക്കൊരു മകളാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റാത്ത എൻ്റെ കുട്ടീനെ പഠിപ്പിക്കുക, പഠിച്ച് നല്ലൊരു ലെവലായ ശേഷം മാത്രം കെട്ടിച്ചു കൊടുക്കുക. ജോലിക്ക് പോകണം നിർബന്ധമില്ല. സച്ച് ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉപജീവനത്തിന് ആ കുട്ടി പോയി തുണി മാറ്റി കൊടുക്കണ്ടല്ലോ. ജോലിക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് മസ്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റ് മതവിഭാഗക്കാരുമായി സഹകരിക്കാനുള്ള ഇടപാടുണ്ടാക്കി കൊടുക്കുക. അതിൽ കൂടെ ഈ മതവിഭാഗത്തിൻ്റെ തെറ്റുകുറ്റായ്മകൾ, പോരായ്മകൾ ആ കുട്ടിക്ക് മനസ്സിലാകും. നമ്മളെ അടിച്ചമർത്തുകയും ഇഴഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത് തിരിച്ചറിയാൻ മറ്റു മതവിഭാഗത്തിലുള്ള പെൺകുട്ടികളുമായി അടുത്ത് നിന്നാലേ കാര്യങ്ങൾ സാധിക്കുള്ളൂ. ഇത് റെവല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എനിക്ക് ഈ മതത്ത് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയാം, എനിക്ക് അതിനോട് ഒരു വെറുപ്പുമില്ല. ഇവരുടെ സാഹോദര്യം ഭയങ്കരമാണ്. സത്യം. നമ്മുടെ എൻ്റെ ഒരു വീട്ടിലെ അവസ്ഥ, ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളെല്ലാം ഒന്ന്. അതെൻ്റെ ഉമ്മച്ചിയുടെ കുടുംബമായാലും ഉപ്പാടെ കുടുംബമായാലും ഒക്കെ അങ്ങനെയാണ്. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ല് കെട്ടുമെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവരെല്ലാം ഒന്നിച്ച് നിൽക്കും. മറ്റൊരു മതവിഭാഗത്തിനുമില്ലാത്ത തീവ്രമായ
ഒരു സാഹോദര്യം അവർക്കിടയിൽ ഉണ്ട് തന്നെയാണ്. അത് അൺബീറ്റബിളാണ്, ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന മനസ്കത ഭയങ്കരമാണ്, സമ്മതിച്ചു. ആ ഒരു മനസ്സ്. പിന്നെ നന്മ ചെയ്യുന്ന കുറേ നന്മയോളികൾ പറ്റിപ്പിക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ നല്ല മനസ്സുള്ള ഒരുപാട് മനുഷ്യരതിനകത്തുണ്ട്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു തുക കൊടുക്കണമെന്ന് ഈ ഖുറാനീയമായി കുറേയധികം കാര്യങ്ങൾ, ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വൃത്തിയുള്ള മനുഷ്യർ ഒരുപാട് അതിനകത്തുണ്ട്. കള്ളന്മാരുണ്ടെങ്കിൽ പോലും അതിനകത്ത് ജെനുവിനായിട്ട് കുറച്ച് പേരുണ്ട്. നിശബ്ദത ആയിട്ട് അവർ സഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? ജമാഅത്ത്, മഹല്ല് കമ്മിറ്റി, ഒരു കൂട്ടായ്മ, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്ത ഒരു ബോധം, അതാണ് അവരങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പലരും പറഞ്ഞൊരു കമൻറ്റ്, നീ ഇങ്ങനെയൊക്കെ യുക്തിവാദം പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞിന് കല്യാണം കിട്ടത്തില്ല. അവർ ജീവിക്കുന്നത് തന്നെ വിവാഹം കഴിക്കാനാണെന്നിട്ട് വ്യാജേനയാണ് പറയണത്. ഇവിടെ എത്രയോ മിശ്രവിവാഹിതരുണ്ട്, എത്രയോ പേര് മിശ്രവിവാഹിതരായിട്ടുണ്ട്. അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കിട്ടുന്നില്ലേ? ഹിന്ദു ക്രിസ്ത്യനെ കിട്ടുന്നു, ക്രിസ്ത്യൻ മുസ്ലിമിനെ കിട്ടുന്നു. എത്രയും മിശ്രവിവാഹിതർ എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു മാട്രിമോണിയൽ സെക്ഷൻ തന്നെയുണ്ട്. ഇനി ഈ കുട്ടീനെ മതം മാറ്റുകയോ മറ്റൊരു രീതി ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മളെ പറഞ്ഞ് ഇതാക്കി എടുക്കുന്നത് എന്താണ്? കൊച്ചിന് കല്യാണം കിട്ടത്തില്ല. കൊച്ച് ഏബിളാണോ, കൊച്ച് പെർഫെക്റ്റ് ആണോ, അവനൊരു പേര് വേണമെന്ന് തോന്നിയാൽ അതിന് ഒരുപാട് പേരെ കിട്ടിക്കോളും. ഇങ്ങോട്ട് വന്ന് പ്രപ്പോസൽ തരുന്ന എത്രയോ പേരുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എന്നെ ഒതുക്കാൻ അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ അതാണ്. പിന്നെ അനുബന്ധമായിട്ട് വിവാഹത്തിന് ചടങ്ങിന് പങ്കെടുപ്പിക്കാതിരിക്കുക, മരണങ്ങൾക്ക് പങ്കെടുപ്പിക്കാതിരിക്കുക, ഇങ്ങനെ കുറേ കുത്സിതങ്ങളാണ് അവർ ചെയ്യുന്നത്. ബെനിഫിറ്റാണെന്നേ. ഈ അകാരണമായുള്ള ആഘോഷങ്ങൾക്ക് പോയി പങ്കെടുത്ത് കുറേ കാശ് കൊണ്ട് അവർക്ക് കളഞ്ഞ് പിന്നെ അവർ നമുക്ക് തിരിച്ചു തരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുന്നതിനൊക്കെ അത്ര സാധനങ്ങളൊന്നും വേണ്ടല്ല. മാഡം പേര് മാറ്റണം നിൻ്റെ. എനിക്ക് ഇപ്പം സൗകര്യമില്ല പേര് മാറ്റാൻ. നിൻ്റെ പേരും നിനക്കും റഷീദ പോയി പേര് മാറ്റുക, റഷീദ ഉടനെ പോയി പേര് മാറ്റുക, അല്ലെങ്കിൽ പ്രശ്നമാണ്, ഞാൻ കേസ് കൊടുക്കും, നീ കൊണ്ട് പേര് മാറ്റി ചെല്ല്. അല്ല, മതത്തിൽ നല്ല വശവും മോശവശവും ഉണ്ട്. അതെല്ലാ മതത്തിലും ഉണ്ട്. പക്ഷേ ഈ ഒരു മതവിഭാഗത്തിൻ്റെ ആ ഒരു യൂണിറ്റ്, ഇപ്പം കൂട്ടത്തിൽ ഒരുത്തൻ കഷ്ടപ്പെട്ട് കിടന്ന ഗൾഫിലേക്ക് എല്ലാവരും എങ്ങനെ എത്തുന്നു? ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും എങ്ങനെ എത്തുന്നു? ഒരാൾ അവിടെ രക്ഷപ്പെട്ടാൽ അവരുടെ വിഭാഗക്കാർ അവർ കൊണ്ടുപോകും. ഉടനെ കൊണ്ടുപോകും. ജിതിൻ, നിൻ്റെ അമ്മച്ചിയോട് പറയണമെന്ന് അറിയാം, ഡ്രസ്സ് ഊരാ, നിൻ്റെ അമ്മയും നല്ലതാടാ മോനെ. കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ യൂണിറ്റി കൊണ്ടാണ്. ആ യൂണിറ്റി ഇവർ ടാക്സ് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. ടാക്സ് വെട്ടിക്കുന്നുണ്ട്. ആ ടാക്സ് വെട്ടിപ്പ് മാറ്റി നിർത്തി കറക്റ്റായിട്ട് നമ്മുടെ രാജ്യത്തിന് സംഭാവനയായി, അല്ലെങ്കിൽ അവരുടെ ടാക്സ് കൃത്യമായി പറ്റിക്കാതെ ചതിക്കാതെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അവരെ കൊണ്ട് തന്നെ രക്ഷപ്പെടത്തില്ലേ? മീൻസ് ഫിനാൻഷ്യലി സൗണ്ടായി നിൽക്കുന്ന അവരെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടത്തില്ലേ? അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ഇതാണ് ചെയ്യേണ്ടത്. പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഈ 18 വയസ്സായ ചെറുക്കനെ ഗൾഫിലേക്ക് വിട്ട് ആ ഭാരം മുഴുക്ക അവൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് പകരം ആണും പെണ്ണും ജോലിയെടുത്താൽ അവന് ഇവിടെ തന്നെ ചെയ്തുകൂടെ? ഇവിടെ ബംഗാളികൾക്ക് എന്തിന് സ്പേസ്? അവർക്ക് തന്നെ ജോലി ചെയ്തുകൂടെ? ആണും പെണ്ണും ഒരേപോലെ നിൽക്കട്ടെ, രണ്ടുപേരും ജോലിക്ക് പോട്ടെ. ഈ അവിഹിതങ്ങൾ, കള്ളക്കാതൽ, പിടിച്ചുപറി, കണ്ടവൻ കയറി കുളം തോണ്ടുന്നത്, ഇത്തരം വിവാഹമോചനങ്ങൾ, ഇട്ടിട്ടോടലുകൾ, ഇതൊക്കെ നിർത്തലാക്കാൻ ഏറ്റവും നല്ല സൊല്യൂഷൻ അതാണ്. ആ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കി കൊടുക്കുക. അവർ വെറും ഒരു ടൂളായിട്ട് അവർക്ക് തന്നെ നാണമില്ലാതെ നിൽക്കുന്ന ഈ ബുൾജറ്റ് അതെന്തുവാ? കഴിഞ്ഞു. ഒന്നും കൂടെ നല്ലപോലെ കരഞ്ഞു. എന്തുവാ ഈ പെണ്ണുങ്ങളെല്ലാം വഷളായി കേട്ടാ. എൻ്റെ കൂടി നിങ്ങളും ഒക്കെ ചീത്തയായത് എന്തുവാ? പ്ലീസ് അവൻ്റെ കഴപ്പ് മാറ്റും. സൂറാത്തയുടെ കാര്യം ഞാൻ പറഞ്ഞ് തീർന്നില്ല. ഒരു 2 മിനിറ്റ് കൂടെ തരുമോ? 2 മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. സൂറാത്ത അന്ന് കേസുമായിട്ട് പോയപ്പോൾ അവരെ എതിർത്തു, ജമാഅത്ത് ഒറ്റപ്പെടുത്തി, കൂടെ നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തി, പലരും അവരെ തിരിച്ചു പറഞ്ഞു. വയസ്സ് കാലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇഷ്ടം പോലെ ഇൻസൾട്ട് ചെയ്തു. പക്ഷേ അവർ ഉറച്ചു നിന്നു. ആരായിരുന്നാലും അവരെ സപ്പോർട്ട് ചെയ്തവർക്ക് താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്, അവരിതൊരു സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. അത്രയും ഉപകാരം. ഒന്നിനു മുമ്പേ സംഖ്യക്കൂട്ടങ്ങൾ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന ഒരു സ്വാഭാവിക രീതിയുണ്ട്. അതിൽ നിന്ന് അവർ ഒഴിവായി നിൽക്കുന്നെങ്കിൽ വലിയ കാര്യം, വലിയ സമാധാനം.
ഏതായാലും ചെയ്തത് നന്നായിട്ടുണ്ട്. തിരിച്ചറിവ് പെണ്ണുങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ മറയ്ക്കപ്പെടേണ്ടവരല്ല. നിങ്ങളുടെ മൂക്കും മോറും കണ്ടാൽ ഉടനെ സാമാനം പൊങ്ങുന്നെങ്കിൽ മറയ്ക്കപ്പെടേണ്ടത് അവന്മാരുടെ സാമാനമാണ്. കല്ല് കെട്ടി താത്തിടാൻ പറ, പൊങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ. ഒരു കല്ല് ഒരു നൂലിൽ കെട്ടി അങ്ങോട്ട് കെട്ടി വെച്ചേരാം. അപ്പോൾ അത് താന്ന് തന്നെ നിൽക്കി പൊങ്ങി വരത്തില്ല. പിന്നെ കടുക്ക കഷായമുണ്ട്, അതല്പം കാച്ചി കുറുക്കി കൊടുത്താൽ മതി. അങ്ങനെ കുടിക്കുമ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ ഇത് കിടന്ന് ബഹളം വെക്കുന്നതിന് ഒരു തീരുമാനമുണ്ട്. അതൊക്കെ പെണ്ണുങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. സുകുമാരൻ്റെ ജാരസന്തതിയായിരിക്കും. ജിതിൻ്റെ അമ്മയും പെങ്ങളെയും മടുത്ത് കാണും. അതാണ് മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ പറയാൻ തോന്നുന്നത്. ഫാത്തിമ ഷിജില, എൻ്റെ പൊന്നു കൊച്ച എന്തിനാണ് അതൊക്കെ പറയണത്? അബ്ദുൾ ബഷീർ, ഹായ് അബ്ദുൾ ബഷീർ. അപ്പോൾ ഇനി എനിക്ക് എല്ലാവരോടും കൂടി ഒരു അഡ്വൈസ് ഉണ്ട്. തലയിൽ ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ പേര് മെഹന്തി ഇടരുത്. മെഹന്തി ഇട്ടാൽ ഇതുപോലെ ചാരനുണ്ടാകും. റഷീദ്, നിൻ്റെ പേര് മാറ്റി വാണക്കുറ്റി എന്നിടൂ, അതാ നല്ല. നിൻ്റെ ബഷീക്കാക്ക് നീ അവരെക്കുറിച്ച് പറഞ്ഞ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ആയിട്ട് വന്നേ. ഇനി ബഷീക്ക നോക്കിക്കോളൂ. ബഷീർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധമായി നടത്തുന്ന പ്രസ്താവനകളും പ്രവൃത്തികളുമാണ് അവൻ ചെയ്യുന്നത്. ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, അതനുസരിച്ച് സ്ത്രീകൾക്ക് തുല്യതയാണ്. അവൻ്റെ പെണ്ണുമ്പിളമാരെ 2 പേരെ കല്യാണം കഴിക്കാമെന്ന് കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയാണ് അവൻ വെല്ലുവിളിക്കുന്നത്. അവൻ സിവിൽ നിയമം അനുസരിച്ച് നിൽക്കുന്ന അവൻ്റെ ഇസ്ലാം സിവിൽ നിയമം അനുസരിച്ചാണ് അവൻ ഈ കോപ്പ് കൂട്ടുന്നതും ഈ കാഴ്ചക്കാർ ആക്കുന്നതുമെങ്കിൽ സ്ത്രീകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവൻ്റെ ഭാര്യമാരെ ഒരു പ്രോഡക്റ്റായി പ്രദർശിപ്പിച്ചുകൊണ്ട് അവൻ കാണിക്കുന്ന ഈ പോക്രിത്തരം ഇസ്ലാമിക വിരുദ്ധമാണ്. അങ്ങനെ പറഞ്ഞാൽ അവൻ ഇസ്ലാം അല്ല. ബഷീർ എന്ന് പറയുന്നവൻ ഇസ്ലാമേ അല്ല. അങ്ങനെ അല്ലാതെ അവൻ ഈ കാണിക്കുന്ന പേക്കൂത്ത് പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഇതിന് പകരമായിട്ട് ഇസ്ലാമിയ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. ബഷീർ പറ്റി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. സ്ക്രീൻ റെക്കോർഡ് എടുത്ത് കൊടുക്ക്, ഊക്ക് കാണട്ടെ. കൂടുതൽ ഇപ്പോൾ ഓർമ്മയില്ല, അതുകൊണ്ടാണ് കേട്ടാ. യൂട്യൂബ് ബ്ലോക്ക് മാറ്റിയില്ല. എനിക്ക് അറിയത്തില്ല രമേശ്, ഐ കാൺ ഡൂ ദാറ്റ്. നിങ്ങളുടെ ഐഡിയ ഏതെന്ന് എനിക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യും, രമേശിനെ പ്രൈവറ്റായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. മെസ്സഞ്ചറിലേക്ക് യൂട്യൂബ് ഐഡിയുടെ ഇതിടുക, പേരിൻ്റെ കറക്റ്റ് സാധനം കൊണ്ടുവന്നിടുക. ദെൻ ഞാൻ റിമൂവ് ചെയ്തു തരാം. അല്ലാതെ എനിക്ക് അറിയത്തില്ല ബ്ലോക്ക് മാറ്റാൻ. ഞാൻ ഒരുപാട് അസാധ്യം പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അറിയാൻ പറ്റുക? മനസ്സിലാക്കൂ പ്ലീസ്. ലക്ഷ്മിയെ കൂടി പറഞ്ഞു വിട്. എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിടൂ. അവളെന്താ പ്രശ്നം? ലക്ഷ്മിക്ക് എന്താ കുഴപ്പം? ലക്ഷ്മി ചേച്ചീനെ ഇഷ്ടം. ബബീഷ് MM, അസീന ഷാജി ഹായ്. ജൽറ്റ, ഷെഫീന ഫാൻസ് ഓക്കെ. ഇസ്ലാമിനെ വേണ്ട, ഡിയോ കളിക്കാം. ഷെഫീന ഫാൻസ് ഓക്കെ. ജെസ്സി ആൻ്റണി ഹായ്. എന്നോട് ദൈവം ചോദിക്കും കട്ടി സുല്ല്. ആ കട്ടിയാക്കല്ലേ പ്ലീസ്. എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, പാവല്ല ഞാൻ, കഷ്ടമല്ല, പാവല്ല ഞാൻ. ഒരുപാട് നേരമായോ വന്നിട്ട്? ഒരു 42 മിനിറ്റ്സ് ആയി. ഒത്തിരി നേരമൊന്നുമില്ല, 42 മിനിറ്റ്സ് ആയി. മറ്റത് അങ്ങനെ ഒരു തിരിച്ചെടുക്കാത്തതിൻ്റെ കാരണം ഐ ആം സോറി കേട്ടോ, എനിക്കത് അറിയത്തില്ല, അതുകൊണ്ടാണ്. ചേച്ചി, വി നീഡ് മോർ വിമൺ ലൈക്ക് യു ഇൻ അവർ സൊസൈറ്റീസ്, സ്ട്രോങ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫിയർലെസ്. ഓഫ് കോഴ്സ് ഒരുപാട് പെൺകുട്ടികളുണ്ട്. സ്ത്രീകളോളം ധൈര്യവും ഫിയർലെസ്സുമായ മറ്റൊരു കാറ്റഗറിയേ ഇല്ല. പക്ഷെ അവർക്ക് അവരുടെ ശക്തി അറിയത്തില്ല. പെണ്ണുങ്ങൾക്ക് അവരവരുടെ ഉള്ളിലുള്ള ആ ശക്തി അവർക്ക് തിരിച്ചറിയില്ല. അതാണ് പ്രശ്നം. ശാന്തകുമാരിക്ക് എന്തെങ്കിലും തരാനുണ്ടോ? ടീച്ചർ വല്ലതും പറഞ്ഞാൽ ഞാൻ വല്ലതും പറയും കേട്ടോ. ലക്ഷ്മി മിണ്ടാതിരുന്നോ അവിടെ. ബഷീർക്ക് ഡുവൽ കളിക്കാൻ. താക്കൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളെ 100% സപ്പോർട്ട് ചെയ്യുന്നു. സുനിത രാജൻ. താങ്ക് യു സുനിത. ഞാൻ കാം ബേർഡാണ്, ബട്ട് തോന്നിയാസം കണ്ടാൽ വെറും പുന്നാര മോളാണ്. ആർക്കാടി ദൈവം ചോദിക്കുന്ന കഥ പറയണ്ടേ? ഇറങ്ങിപ്പൊടി. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ആദ്യമൊക്കെ നല്ല ദേഷ്യമായിരുന്നു, ബട്ട് ഇപ്പോൾ എന്തോ. അനീഷ മാരി, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. there is a lot of truth in your side. You try to ease your boldness. Thank you. Deepak, whoa, Jansi Rani, oof, yeah. Why you like short life? അപ്പുറത്ത് എന്തൊക്കെ വരി എറിയുന്നു, അയലത്തെ വീട്ടിൽ എന്തൊക്കെ പ്രശ്ന.
ഈ പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ്റെ കൂടെ നിൽക്കണമോ പാലസ്തീൻ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്, അതൊന്നും പറയുന്നില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കിടന്ന് സമരം കാണിക്കുന്നത് വൾഗറാണ്, വൾഗറിസമാണ്. അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞത്. ഇനി അതിൻ്റെ പേരിൽ മതവാദികൾ എൻ്റെ തലയിൽ കയറാൻ നിൽക്കണ്ട. രായാവിൻ്റെ പുകഴ്ത്ത് DJ കണ്ടോ? ഇല്ല. ഹലോ, ഹൗ ആർ യു മൈ ഡിയർ സതീഷ്? ഐ ആം ഓക്കെ. ചേച്ചി, ഐ ലവ് യുവർ വീഡിയോസ് ദാറ്റ് എക്സ്പോസ് ദ ക്യാം യൂട്യൂബേഴ്സ്. എങ്കിൽ മതി, നല്ല കാര്യം. താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു? അനീഷ, ലവ് യു താങ്ക് യു. സതീഷ് പ്ലീസ് ഹിന്ദി. ബബീഷ്, ഇസ്രായേൽ. അബ്ദുൽ കരീം, ഹായ്. ഇനി ഒരു വിഷയം കൂടെ പറയാം. നിങ്ങൾ പറഞ്ഞ കണക്ക് മന്ത്രവാദിനി കൊടിച്ചിയെ പറ്റി. ഉണ്ടച്ചിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? അവളുടെ അവിഹിതങ്ങളോ അവളുടെ ബാക്കി ഡീറ്റെയിലോ ഒക്കെ അവൾ വന്ന് പറയാതെ നമ്മൾ മാത്രം ഏറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉസ്താദ് വെള്ളിയാഴ്ച കരയും, മദ്രസയിൽ കുട്ടികളെ അവിടെ പിടിക്കുന്നു, ചുംബിക്കുന്നു അനുഭവം. ഓക്കെ, ഇന്ന് വാദമില്ലേ? ഉണ്ടല്ലോ, അതാ പറയണ. പ്ലീസ് ഹിന്ദിക്കാരെ ചെല്ല്, സമയമില്ല. ടാറ്റാ. ഈ നിങ്ങളടുത്ത് ആദ്യം എന്തായിരുന്നു അഭിനയം? നമ്മളോട് എന്തായിരുന്നു അഭിനയം? നമ്മളടുത്ത് എന്താണ് അവർ പറഞ്ഞത്? എന്തൊക്കെയാണ് നമ്മളടുത്ത് അവർ സൂചിപ്പിച്ചത്? എനിക്കൊരു വീട് വെച്ച് തരുമോ? എൻ്റെ കൊച്ചിനൊരു അടിവസ്ത്രം വാങ്ങിക്കാൻ പൈസയില്ല. ഞാൻ ജീവിക്കുന്നത് വള്ളക്കെട്ടുള്ളൊരു വീട്ടിലാണ്. ഈ വീട്ടിൽ തന്നെയല്ലേ ജനിച്ചു വളർന്നത്? അത് അമ്മയുടെ വീടാണ്. ജനിച്ചു വളർന്ന വീടാണ് വള്ളക്കെട്ടുള്ള വീട്. അത് മാറ്റി ഒരു കോടീശ്വരിയുടെ പോലെ ജീവിക്കണം. ഞാൻ ജനുവിനെയോ വീണയോ സപ്പോർട്ട് ചെയ്യുകയോ അതിനൊരു നല്ല വഴിയോ പറയുന്നതല്ല. ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പണമുണ്ട്. ഇപ്പം നമ്മൾ സമ്പാദ്യം എന്ന് പറയുന്നത് വരവെട്ടണയും ചിലവ് പത്തണയായ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും വിട്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥ ചെറുക്കൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളിപ്പോൾ കാണുന്ന എല്ലാ വ്യൂ. ഇതുമാതിരിയാണ് ചെലവ്. ഇങ്ങനെ ചെലവഴിച്ച് ദൂർത്തടിച്ച് ജീവിക്കുന്ന അവക്ക് ഒപ്പം അവന് വയ്യ എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടിയെപ്പോലെ ജോലിയെടുക്കണം. അവൾ അതൊക്കെ കൊണ്ടുകിടന്ന് ദൂർത്തടിച്ച് തിന്നുമെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ചെലവ് നിങ്ങൾക്കറിയില്ലേ? രണ്ടുപേരും ക്ലവറായി നിൽക്കണം. ഭാര്യ മന്ത്രിയെപ്പോലെ പെരുമാറണം. കാര്യം എന്താണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന പണത്തിൽ നമ്മളൊരു ലിമിറ്റഡ് ഇൻകം എടുത്ത് മാറ്റി വയ്ക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞില്ല, ആ കുടുംബം നശിച്ചു എന്നർത്ഥം. ഇപ്പം ഞാനും ചില മാസങ്ങളിൽ മിസ്മാനേജ്മെൻറ്റ് ചെയ്ത് കടക്കണി പെടാറുണ്ട്. അടുത്ത മാസം ഞാനത് കവറപ്പ് ചെയ്യും. പിന്നെ ഒരു 6 മാസം ഞാൻ ഭയങ്കര ബോധമുള്ളവളായിരിക്കും. 6 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും 16. പിന്നെ മുന്നോട്ടെന്നുള്ളൊരു ചിന്ത, ഒരു റീത്തിങ് ഇല്ലാതെ ചില നേരം ഞാനും പ്രവർത്തിക്കാറുണ്ട്. അത്തരം പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന ദോഷമാണ് കണ്ട. അല്ലേ, ഇറാൻ ഭയങ്കര സംഭവമാണെന്നും എന്തൊക്കെ ചെയ്യുമെന്ന് എന്തായി? ആയിരക്കണക്കിന് പാവങ്ങളെ കൊല്ലാൻ കാരണമായ തുടക്കം കുറിച്ചത് ആരാ? പ്ലീസ് ഇനി കൊങ്കിണി. ഇനിയിപ്പോൾ ഉടനെ കൊങ്കിണിയൊന്നും പറ്റത്തില്ല. പ്ലീസ് റിമൂവ് ഗൂസ്. ഓക്കെ, പൈ. ഈ പറയുന്ന രീതിയിൽ ഒരു ജീവിത രീതി തിന്നുന്നതൊക്കെ എന്തുവാടെ എൻ്റെ പേര്? കുനാപ്പ. കുനാപ്പയ്ക്ക് എന്നാ വിലയെന്നറിയാം? ഒരു ചെറിയ കട്ട് പീസ് നമ്മളിവിടെ ലുലുന്ന് വാങ്ങിച്ചാൽ 400 രൂപയാണ്. കുനാപ്പ. അറിഞ്ഞുകൂടാത്ത സാധനങ്ങളൊക്കെ പോയി തിന്നാനുള്ള ക്യാഷുണ്ട്. വീട്ടിന് വാടക കൊടുക്കാൻ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞേ? കൊച്ചിൻ്റെ ഉരുപ്പടി പണയത്തിലെന്നല്ലേ പറഞ്ഞത്? അത് ആഹാരം കഴിക്കാനല്ല, അറുമാദിക്കാൻ പൈസയില്ല. എത്ര സിനിമയായി കാണാൻ തുടങ്ങിയിട്ട്? 2 പേരുടെ ടിക്കറ്റിന് എത്ര രൂപയാകും? അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരത്ത് കൂലി എത്ര രൂപയാകും? ഒരു ജോലിയും ചെയ്യാൻ വയ്യ. ആർട്ടിസ്റ്റ് അത്രേ. ഏത് സിനിമയിൽ അഭിനയിക്കും? എവിടെ? അവൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈംലൈറ്റ് ലൈഫ് ഉണ്ടല്ലോ, അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് സ്പേസ് ദുബായിയാണ്. തീർച്ചയായിട്ടും അതെ. ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടിരുന്നു, ഒരാൾ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്തു വയ്ക്കാം. നെയ്ഫ് റോഡിലെ വെടിപ്പുരകൾ. ആ ചെറുക്കൻ്റെ ക്യാപ്ഷൻ തന്നെ അതായിരുന്നു. പിന്നെ അവൻ കാണിക്കുന്നുണ്ട്, നമ്മളിവിടെ അൽബറാഹ അതിലോ നെയ്ഫിലോ ഒന്നും നമ്മൾ റൂം എടുക്കത്തില്ല. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അവിടെ തന്നെ പോയി റൂം എടുത്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അവന്മാർക്ക് കയറി കുത്താനേ നല്ല എളുപ്പമാണ്. ചെന്ന് കയറേണ്ട ഒരു ഏരിയ പയ്യൻ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്ഥലവും കാണും. രണ്ടിൻ്റെയും തടി കണ്ടാൽ തീറ്റ അറിയാമല്ലോ. ഫേസ് ബ്ലൂ അല്ല. ഈ ജിമ്മിൽ പോകാൻ 3500 വേണമെന്ന് നമുക്കറിയാം. ജിമ്മിൽ പോണതിന് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഇതിന് കുറവ് വരണ്ടേ? ഇതങ്ങോട്ട് കുത്തി കയറ്റിയിട്ട് ജിമ്മിൽ പോയിട്ട് എന്ത് കാര്യം? ഇപ്പം ജിമ്മൊക്കെ നിർത്തിയ പിന്നെ എന്താണ് ലൈഫ് സ്റ്റൈൽ? നിങ്ങൾ എനിക്ക് നിങ്ങളെപ്പോലെ കാറും വണ്ടിയും വെള്ളമൊന്നുമില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കാറും വണ്ടിയും വെള്ളമൊന്നുമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ വീടില്ല.
എനിക്ക് നിങ്ങളെപ്പോലെ അതില്ല. ഞാൻ ആയ കാലത്ത് വയറ് ചുരുക്കി ഉണ്ടാക്കിയത് കൊണ്ടാണ് വീടുണ്ടായത്. ആയ കാലത്ത് കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുകയും വീട്ടുകാര്യങ്ങൾ നടത്തുകയും ചെയ്ത് പിന്നെ ഒരു തുക ചേർത്ത് വെച്ചത് കൊണ്ടാണ് എനിക്ക് വീട് വയ്ക്കാനും കാറുണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞത്. എൻ്റെ ട്രീറ്റ്മെൻറ്റിന് തന്നെ നല്ലൊരു എമൗണ്ട് ചിലവാക്കും. അത് മൊത്തമായി എടുത്തു വെച്ച് ചിലവാക്കി കുട്ടികളെ പട്ടിണിക്ക് ഇടാൻ തയ്യാറാകാതെ എനിക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടുള്ള ചിലവുകളാണ് നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ആയിട്ടുണ്ടാവും. എത്രയോ കാലങ്ങളായി ഞാൻ അനുഭവിക്കുന്നതാണ് ഈ പ്രോബ്ലം. എത്ര പേരെടുത്ത് ഇതും പറഞ്ഞ് ഞാൻ കടം വാങ്ങിക്കുന്നു, എത്ര പേരെടുത്ത് പബ്ലിക്കിൽ വന്ന് ഞാൻ ദയാദാക്ഷിണ്യം അന്വേഷിക്കുന്നു. നമ്മൾ പറയുന്നതിന് കൃത്യമായ സാധനം അവിടെ വന്നിടുന്നില്ലേ? ഒറ്റ പ്രശ്നമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ലോകത്ത് ആദ്യമായിട്ടാണോ ഒരു പെണ്ണ് മറ്റൊരു ഭാര്യയുള്ള ഒരുത്തൻ്റെ കൂടെ വിവാഹം കഴിച്ചു പോയത്? അവനത് കൂസലുണ്ടാവില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവൾ അനുഭവിക്കുന്ന വേദന ആലോചിച്ച് നോക്കൂ. ആ കുഞ്ഞുങ്ങളെ കാണിക്കാതെ അവർ കാണിക്കുന്ന വേല ആലോചിച്ച് നോക്കൂ. ആ കുടുംബത്തിൽ എത്ര കല്യാണം മുടങ്ങിയെന്നറിയാമോ? ആ കുടുംബത്തിൽ എന്തെല്ലാം മാനക്കേടുണ്ടായെന്നോ അറിയാമോ? ആ കുട്ടി അനുഭവിക്കുന്ന വേദന നിങ്ങളാരും കാണാതെ എന്നാൽ അവളെ മനുഷ്യരായിട്ട് നിങ്ങൾക്ക് കണക്കാക്കുന്നില്ലേ? അവളെ വേശി 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 എന്ന് ഇവളെ കൂടുള്ളവർ വിളിക്കുമ്പം അവളുടെ പേർക്ക് 2 പേരേ ഉള്ളൂ, ശിവദാസനും ജിനുവും. ഇവളുടെ പേർക്ക് 2 അല്ല, എടുത്തു പറയാൻ തന്നെ 4 പേരായി. മറ്റേ അവൻ്റെ പേരെന്തോന്നാണ്? ജിനു. മറ്റവൻ ഇവളെ മാപ്പിള. എത്ര പേര് വേണം? എത്ര വൃത്തികെട്ട പേരുകളാണ്. ഒരെണ്ണം പോലും മര്യാദയ്ക്ക് ഇവളൊപ്പം ഇത്രയും കാലം ജീവിച്ചതുമില്ല. 4 മാസം 3 മാസം കൂടുമ്പം ക്യാരറ്റ് മേരിയെ കളഞ്ഞിട്ട് അവരവരെ പാട്ടിന് പോകും. ക്യാരറ്റ് നല്ലതാണ്, തിന്നാൻ നല്ലതാണ്, കണ്ണിന് കാഴ്ച കൂടാവും, കണ്ണ് വലുതാവും. പക്ഷെ ഇത് വേറൊരിടത്തിട്ട് അതും വലുതാവും. പിന്നെ ഇതിനകത്തേക്ക് ആളുകൾക്ക് താല്പര്യം വരും. കുത്തിക്കയറ്റൽ പരിപാടി ഇഷ്ടമുള്ള പാകിസ്ഥാനികളുടെ അടുത്തേക്കല്ലേ പോകുന്നത്? പോകട്ടെന്ന്, കയറ്റിട്ടെന്ന്, നമുക്കെന്താണ്? പത്തനംതിട്ടയിലെ പെണ്ണുങ്ങൾ വെളുപ്പിച്ച് ഇടുപ്പ് കുലുക്കി ഡാൻസ് പഠിച്ച് ഏജന്റ് വഴി പ്രോഗ്രാം എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. വിസിറ്റിംഗ് വിസയിൽ അറബിയുടെ കാശും വാങ്ങി തിരികെ പോരും. അവരെങ്ങനെയും ജീവിക്കട്ടെ. അച്ഛനില്ലാത്ത കൊച്ചിനെയും കൊണ്ട് നടക്കുമല്ലേ. ഹെയർ കട്ട് കിടു. താങ്ക് യു. മോസ്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആർ നാർസിസ്റ്റ്. എയ്തർ ദേ പ്ലേ ഗ്രാൻഡർ ഓർ വിക്ടിം. ഉണ്ടച്ചി അതിവിദഗ്ധമായി എല്ലാവരെയും പറ്റിച്ചു. എല്ലാവരെയും എല്ലാ എക്കാലത്തും പറ്റിക്കാൻ കഴിയില്ലെന്ന പരമൊഴി പാവം മറന്നുപോയി. അതാണ് സത്യം. എല്ലാവരെയും എക്കാലത്തും പറ്റിക്കാൻ ഒക്കത്തില്ല. ആ ജംഷീറിൻ്റെ ചിരി കണ്ടാൽ തന്നെ അവൻ്റെ ചിരിക്കിട്ട് മുട്ട് കൊടുക്കാൻ തോന്നും. എനിക്ക് തോന്നിയത് തന്നെ ചേച്ചി പറഞ്ഞു. അന്ന് മുതൽ ഫാനാട്ടോ. താങ്ക് യു സരിമോൾ. അയ്യോ, ഇന്ന് ഞാൻ വന്നതേ ഉള്ളൂ. ഇന്ന് സീരിയലിൻ്റെ 7ാം ഭാഗം ഉണ്ടായിരുന്നു. ഇല്ല, 7ാം ഭാഗം ഇല്ല, കുറച്ച് കാര്യം പറയണമെന്നേ ഉള്ളൂ. 7ാം ഭാഗമൊന്നുമില്ല. പിന്നെ നമ്മളെ കളിയാക്കിയെന്നോ അല്ലെങ്കിൽ നമുക്കിട്ട് താങ്ങിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് കണ്ടു. ഞാൻ അല്ലാതെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറേ ബാഡ് കമൻറ്റ് ഇനി എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ, ബാഡ് കമൻറ്റ് ഡിലീറ്റ് ചെയ്താൽ നീ ചെയ്യുന്നത് ഗുഡാവില്ല. ഷെഫീനയുടെ ടൈം ലൈൻ നോക്കടി, ബാഡ് കമൻറ്റ് അവിടെ കിടപ്പുണ്ട്. ഷെഫീനെ ഡിലീറ്റ് ചെയ്യാറില്ല, റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. പോക്കൃത്തര എഴുതി വെക്കുന്ന കണ്ട ഗുണ്ട ഗിണ്ടി ഇങ്ങനെയുള്ള വേർഡ്സ് എഴുതിയിട്ടാൽ ഡിലീറ്റ് ചെയ്യും. ജെന്യുവിനായിട്ടുള്ള ബാഡ് കമൻറ്റ് അവിടെ ഇടും. ജെന്യുവിനിറ്റി ഉണ്ടെങ്കിൽ അതിന് ബാഡ് കമൻ്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല, അതവിടെ ഇടും. നിനക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലേ? നീ യുദ്ധത്തിൽ ഇറങ്ങി നിന്ന് ഒരാളെ വെല്ലുവിളിച്ചപ്പോൾ അവക്ക് സാധകമായി, അവക്ക് വേണ്ടിയിട്ടു ഒരാൾ വരുമെന്ന് നീ വിചാരിച്ചില്ലല്ലേ? ഇതൊരു നിമിത്തമാണ്. നീ എന്ന മോന്തിനെ എടുക്കാൻ എനിക്ക് തോന്നിയത് വീണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഒറ്റപ്പെട്ട് നിരാലംബയായി നിന്ന ആ കുട്ടിക്ക് ആകെ വന്ന് കൈ കൊടുക്കാൻ ഞാനേ ഉണ്ടായുള്ളൂ. അതിൻ്റെ പാർശ്വഫലം അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. നീ വിചാരിക്കും എൻ്റെ ചാനലിൽ പോയി എന്നെ അങ്ങോട്ട് കുറേ പറഞ്ഞു, രക്ഷപ്പെട്ടെന്ന്. ഇതിനപ്പുറം പറഞ്ഞവർക്ക് ഇവിടെ നിലനിന്നിട്ടുണ്ട്. കാരണം പറയുന്നത് നിങ്ങൾ പോലെ വെറും നാറി അക്രമകാരികളായ തീവ്രവാദികളായ ക്രിമിനലുകളായ കുറേ മനുഷ്യരായതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു പിണ്ണാക്കുമില്ല. സത്യസന്ധമായി എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ തലകുമ്പിടേണ്ടു. സത്യസന്ധത ഇല്ലാത്ത കുറേ ഗീർവാണങ്ങളെ ഷെഫീനെ ഭയപ്പെടുന്നതുമില്ല, മൈൻഡ് ചെയ്യുന്നതുമില്ല. പിന്നെ നീ മന്ത്രവാദം അതൊക്കെ നീ ചെയ്ത് നോക്ക്, നടക്കുമെന്ന് നോക്ക്. നിന്നെ കൊണ്ട് പറ്റാവുന്ന ദൈവങ്ങളെ അത്രയും നീ വിളിച്ചു നോക്ക്. ഇത്തവണ നിനക്ക് അവരാരും രക്ഷയ്ക്ക് വരത്തില്ല. നീ എന്ന കാളി എന്താണെന്ന് ദുനിയാവിന് മനസ്സിലായി, മനുഷ്യർക്ക് മനസ്സിലായി. നിനക്ക് പൈസ തന്ന ഒരാൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നിർത്തികെട്ട നെറികെട്ട ഒരാൾക്ക് കാശ് കൊടുക്കേണ്ടി വന്നതിനുള്ള ലജ്ജ ആ കൊച്ചു വന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്രയും മതി. ഒരാൾ തിരിഞ്ഞില്ലേടി, ഒരാൾക്ക് മനസ്സിലായില്ലേടി നീ കള്ളിയാണെന്ന്. അത് മതി. ഞാൻ അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നീ കാണിക്കുന്ന ദൂരത്തിലുണ്ട് നീ എന്താണെന്ന്.
നിനക്ക് പൈസ കിട്ടാഞ്ഞിട്ടല്ല, നിനക്ക് വീടില്ലാഞ്ഞിട്ടുമല്ല, നിനക്ക് വീട് വേണമാഞ്ഞിട്ടുമല്ല. നിനക്കിപ്പോഴും ജിനുവിനെ വിറ്റ് തിന്നണം. ജിനുവിനോടുള്ള സ്നേഹമല്ല, ജിനു എന്ന പേരുപയോഗിച്ചാലേ നിനക്ക് റീച്ചുള്ളൂ. ഇപ്പം നീ സ്ട്രാറ്റജി മാറ്റി. ഷെഫീനയും ജിനുവിനെയും കൂടെ വെച്ച് പറഞ്ഞാൽ എന്തോ കിട്ടുമെന്ന്. ഞങ്ങളൊക്കെ വീട്ടിൽ ആൺമക്കളോടെ ജീവിക്കുന്നവരാണ്, സഹോദരന്മാരോടെ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ ജോലി ചെയ്താൽ ജീവിക്കുന്നത്. എന്ത് വന്നാലും ക്യാരറ്റൊന്നും ഉപയോഗിക്കാറില്ല. ഇനി അഥവാ സെക്ഷൽ നീഡ് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് കൂടുതൽ തോന്നിക്കഴിഞ്ഞാൽ ഗുളിക കഴിച്ചാൽ കിടന്ന് ഉറങ്ങും, അല്ലാണ്ട് ക്യാരറ്റും എടുത്തുകൊണ്ട് ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുറേ മനുഷ്യരുള്ളിടത്ത് നിനക്ക് തോന്നുന്ന, നിനക്ക് കഴപ്പെടുക്കുമ്പോൾ നീ നിൻ്റെ മോനെയോ മോളെയോ അല്ലെങ്കിൽ നീ പറയുന്ന ആങ്ങളെയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഈ പറഞ്ഞത് കറക്റ്റാണ്, എന്നെ പറഞ്ഞത് കറക്റ്റായിരിക്കും. അല്ലാത്ത വശം ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു വാസ്തവവുമില്ല. ഈ പറയുന്ന ജിനു ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നാണ് നീ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതേപോലെ ഒരു വരുത്തി തീർക്കലിൽ കൂടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നീ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് എടുക്കൂല. ഇവിടുത്തെ ആള് ഇത്തരം കുത്തിത്തിരിപ്പി വന്ന് വീണ് തരൂല. ശിവദാസനെ പോലെ മണ്ടനല്ല എൻ്റെ വിനു. മുർഷിദ, നീ വീട്ടിലെ ഭാഷ ഇവിടെ വേണ്ടടി. ഇവിടെ എന്തൊരു അടി നടന്നു നോക്കട്ടെ. തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള കോട്ടയത്ത് നാടിൻ മഞ്ഞിയെ. ഓ ശനിച്ച് പയ്യ, ഗ്രേറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഷെഫീന, താങ്ക് യു. സുരേഷ് ലൗസ് ഷെഫി. ഓ ഷെച്ചി ഏഷ് കമൻറ്റ് വായിക്കടി, കമൻറ്റ് വായിച്ചടി ഫ്ലവറി മോളെ. ഒരു തന്തയില്ലാത്ത ഒരു പറ്റിമോൻ ഡിഫറൻറ്റ് ഭാഷയിൽ അവന് കൂടി ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. പോയി പറ്റിയെ കുഞ്ഞിക്ക്. മുർഷിദ, നീ വീട്ടിലെ ഭാഷ ഇവിടെ വേണ്ടടി. எப்படி இருக்கீங்க மேடம்? அகிலன் நல்லா தான் இருக்கேன் தம்பி. ஐ லவ் யூ மோட்டிவேஷன். தொடு திருடன் சிக்கா, தோட்ட திருடன் சிக்கா. வணக்கம் வணக்கம் மலர்களே. എന്ത് ടാബ്ലറ്റ് അമ്മ? ഓ പെനഡോളൊക്കെ സാപ്പിട്ടാൽ പോതും പിള്ളേ. ചേച്ചി ഫാമിലി വ്ലോഗ് ചെയ്യുമോ? ആളുകൾ പറയുന്നത് നോക്കണ്ട. നോ. ഷാരൂഖ് ഖാൻ്റെ വീട്ടിലുണ്ട് മോളെ. എന്നെ പേസുറേ, ഗുണ്ട പേസുറേ. ടാബ്ലറ്റ് നെയിം വയാഗ്ര. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ ഓർക്കുമായിരുന്നു. ഈ ചോദ്യം ഇതുവരെ വന്നില്ലല്ലോ. ഇല്ലല്ലോ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ക്യാരക്ടർ റാണി തേൻ പുരട്ടിയുള്ള അവളുടെ സംസാരം കേട്ട് കുറെ കുലസ്ത്രീകളെ പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. ശ്രീകുമാർ കൃഷ്ണൻ, കുലസ്ത്രീകൾ പറ്റിക്കപ്പെടാനുള്ളവൾമാർ തന്നെയാണ്, പറ്റിക്കപ്പെടട്ടെ എന്ന് നമുക്ക് നല്ല കാര്യം. അവളുമാരെ മുമ്പിൽ കൂടെ അല്ലേ അവൾ ചിക്കനും തിന്നുകൊണ്ട് നടക്കണത്. പിന്നെ അയ്യോടി, അടുത്ത കാമുകൻ്റെ കൈ 1, അടുത്ത കാമുകൻ്റെ കൈ 2. എടി നീ അപ്പോഴാ വീഡിയോയിൽ കാണിക്കണമായിരുന്നു. അവിടെ നിന്നിട്ട് നീ ഒന്ന് തിരിച്ച് റിവേഴ്സ് ക്യാം ഇടെന്ന് പറഞ്ഞെങ്കിൽ മിടുക്കിയായിരുന്നു. നീ പണ്ണാനുള്ളത് പണ്ണി അവൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇപ്പോൾ പുതിയ സെറ്റപ്പും കൊണ്ട് നടന്നിട്ട് ക്യാമറ ഒന്നെന്തടി അവർക്കൊന്നും മുഖമില്ലേ? പേടിയാണല്ലോ നിൻ്റെ ക്യാമറയിൽ മുഖം കാണിക്കാൻ. ഏത് കുടുംബം കലക്കാനടി കുടുംബം കലക്കി അവരെ കൂടെ ഇരിക്കുന്നത്? എൻ്റെ പൊന്നു പെണ്ണുമ്പിളെ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ പൂമള പിടിച്ച് കൂടെ ഇരുത്തല്ലേ, കുടുംബം കലക്കിയാണ്. അസൂയ, കുശുമ്പ് ഇത്യാദി അധികമായി ഫീഡ് ചെയ്ത ഒരു വെറും വെടിമരുന്നാണത്. നീ കൂടെ കൊണ്ട് കിടന്നാൽ നാളെ നിൻ്റെ മാപ്പിളയെ അവൾ ചാക്കിട്ടെടുക്കും. പണ്ണൽ വിദഗ്ധയാണ്. അവസാനം 3 മാസം അവനെ കൊണ്ട് നടന്നിട്ട് എടുത്ത് തൂരക്കളയും. നീ നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ ഓള് പണ്ണലും കൊടുക്കും, അക്കൂടെ നിൻ്റെ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോവും. നിൻ്റെ മാപ്പിള അറിയാതെ നീയും കൊടുക്കും, നിൻ്റെ മാപ്പിളയും കൊടുക്കും, കാശ് പോവും. ചേച്ചി ഫാമിലി വ്ലോഗ് ചെയ്യുമോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തുവാ? ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചെന്നറിയില്ല. കഴക്കൂട്ടത്ത വടയക്ഷി, ഉണ്ടച്ചി, മുറിയണ്ടികളുടെ സ്വന്തം. ഗേൾസിന് കടി മൂക്കാറുണ്ടോ? ചേച്ചി ഐ ലവ് യു. ശുലു അവരുടെ ഫ്രണ്ടിനെ കാണണം. യു ഫസ്റ്റ് ഷോ വിനുക്കുട്ടൻ. അവരുടെ ഫ്രണ്ടിനെ കാണണം. യു ഫസ്റ്റ് ഷോ വിനുക്കുട്ടൻ. വിനുക്കുട്ടൻ നിന്നെ പേര് പിടിച്ച? വിനുക്കുട്ടനെ നീ കണ്ടിട്ടില്ലെങ്കിൽ എന്തോന്ന്? എൻ്റെ വിനു എവിടെയെങ്കിലും വന്ന് പറഞ്ഞ? വിനുവിന് ഫേസ്ബുക്ക് ഉണ്ട്, വിനീത് സുമാരൻ. അതിനകത്ത് വിനീത് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ കൊച്ചിനിരിക്കുന്നത് ആ DNA നോക്കണം, അമരാവതി മോളാണ് അവളെന്ന് വിനു പറഞ്ഞെങ്കിൽ ഞാൻ വിനുവിനെ കൊണ്ടുവന്ന് കാണിക്കാം. അല്ലാത്തടത്ത് നിങ്ങളിപ്പോൾ വിനുവിനെ എന്തിനു കാണുന്നത്? ചേച്ചിയുടെ ജോബ് എന്താ?
ചോറും കറിയും വെപ്പാ മോളെ. വീട്ടിൽ ചോറും കറിയൊക്കെ വെക്കണ്ടേ? അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം എഴുത്തുവരകളുണ്ട്. ഇവിടെ ആർക്കാ നല്ല കിഴപ്പുണ്ടല്ലോ. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞു വാ, അപ്പോൾ വീണ്ടും ഞാൻ 5 മിനിറ്റ് ടൈം ഔട്ടാക്കും. വീട് എവിടെയാണ്? കേരളത്തിലാണ്. ഗുഡ് വൈബ്സ്. ഹലോ സിസ്റ്റർ, ലുക്കിംഗ് സൂപ്പർ, താങ്ക് യു. എന്തായാലും ലഗേജൊക്കെ പാഴ്സൽ ചെയ്തപ്പോൾ നീ ഇവിടുന്ന് തൽക്കാലം ഒരു 5 ദിവസത്തേക്ക് ക്യാരറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവേണ്ടായിരുന്നു. നീ പോണ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ 1 കിലോ ക്യാരറ്റ് അറേഞ്ച് ചെയ്ത് തരാം, താൽക്കാലികമായി നിനക്കൊരു ശമനം കിട്ടിട്ട്. പെങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്, എല്ലാം. സുപ്രഭാതം. ഷാജി മരക്കാർ, താങ്ക് യു. വൈഗ, ഹായ് വൈഗ. 2 ദിവസമായിട്ട് വൈകിയെ കാണാനില്ലല്ലോ. കേരളത്തിൽ എന്നല്ല, ജില്ല പറ. എൻ്റെ സ്വന്തം വീട് തിരുവനന്തപുരമാണ്. അവിടെ ഒരു വീടുണ്ട്. പിന്നെ ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുനെൽവേലിയാണ്. അവിടെ ഒരു വീടുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് കോട്ടയത്താണ്. ഇവിടെ ഞാൻ വാടകയ്ക്കാണ്. എൻ്റെ മക്കളുടെ പഠനാർത്ഥം, ഇളയ മകൻ്റെ പഠനാർത്ഥം ഇവിടെ നിൽക്കുന്നതാണ്. മൂത്ത മകനും ഇവിടെ ജോലിയുണ്ട്. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് നിൽക്കും. പിന്നെ ഇവിടെ ഒരു വാണമുണ്ട്, അവൾക്കിട്ടുള്ളൊരു പണിയുണ്ട് ഞാൻ നിൽക്കുന്നത്. ഹായ് ഷെഫീന. ലോകേഷ് വിശ്വകർമ്മ, പേരൻ്റെ കൂടെ ജാതിയൊക്കെ ഇട്ടുണ്ടെന്ന്. ജാതി കോമരമേ. ഇന്ദ്രജിത്ത്, പണി കാണണം. പ്ലീസ് ടെൽ മൈ നെയിം. രമേശൻ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. ഇപ്പം ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പം മേ ബി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. സംതിങ് റോങ് വിത്ത് യുവർ ആപ്ലിക്കേഷൻ. ഗീത, നിനക്ക് 100ൻ്റെ ചുളിവുണ്ടല്ലോ. തനുജയുടെ പൊയ്മുഖം പുറത്തു വരാൻ അധികകാലം വേണ്ട ചേച്ചി. ഇനി എന്ത് പൊയ്മുഖം പുറത്തു വരാനപ്പാ? ഇനി എന്താ നിങ്ങൾക്ക് പുറത്തു വരേണ്ടത്? ഇനി ഇതിൽ കൂടുതൽ എന്ത് പുറത്തു വരാനാണ്? ഇവള് വെറും കള്ളിയാണെന്നുള്ളത് തെളിഞ്ഞില്ലേ? വെറും കള്ളിയല്ലേ, പരകള്ളി. മെസ്സഞ്ചറിൽ ചാനൽ ലിങ്ക് കൊടുത്ത് ഞാനിപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഐബ്രോ സൂപ്പർ ചേച്ചി, താങ്ക് യു. എബിൻ ഹായ്. ഹായ് ഫോർ എൽസ കുട്ടി. ട്രാവലിംഗ് ആയിരുന്നു, മോർണിംഗ് എത്തി വൈക. ഓക്കെ. ഐ ലവ് യു മോളെ. ജാനകി, നൈറ്റി ആണോ വേഷം? വണ്ടറേ, നല്ല കഴപ്പാണല്ലോ. ഞാൻ വയനാട്ടില്ല. ബാലു കെ വി. ഓക്കെ. തനുജയേക്കാൾ കള്ളിയാണ് അവളുടെ മകൾ. സിസ്റ്റർക്ക് പാട്ട് പാടാൻ അറിയുമോ? ഇല്ല, എനിക്കറിയത്തില്ല. ഹായ്. സേ മൈ നെയിം സുഭാഷിനി. മാനേക്ക എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. എൻ്റെ വീട് കോട്ടയമാണ്. മോളമ്മ മോളു. മാനന്തവാടി അറിയുമോ? ഇല്ല, കേട്ടിട്ടുണ്ട് കേട്ടോ. ഹായ് ഷെഫീന. ഹായ് മിസ്റ്റർ ശക്തിവേൽ. കാത്തുമോൾ ഹായ്. മിയാമി ഹായ്. വിനോദ് ഹലോ. സുബീഷ് ഹായ്. JK ആമിൻ ഹായ്. ഒരു ഹലോ പറയൂ. വീണയെ പിന്നെ കണ്ടായിരുന്നോ? ഇല്ല, ഇന്നും അവൾ വിളിച്ചിട്ടുണ്ട്. അവൾ ഇന്ന് വരേണ്ടതായിരുന്നു, നാളെ വരും. ഇന്ന് അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ കൊടുത്ത കേസിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അത് പേപ്പറിലായിട്ടുണ്ട്, അത് ഉടനെ തന്നെ ആവും. അവളെ ഇൻസൾട്ട് ചെയ്തതിനുള്ള പരിപാടി അവൾ തരും. വീണെന്ന പോലീസ് സ്റ്റേഷനിലായിരുന്നു, അത് ക്ലിയർ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കിടന്ന് വിളഞ്ഞതല്ലേ, പണി ഇപ്പം കിട്ടുമ്പോൾ മനസ്സിലായാൽ മതി, നമ്മളതിനെപ്പറ്റി പറയണ്ടല്ലോ, കിട്ടിക്കോളും. സബ്സ്ക്രൈബ് ചെയ്യാമോ? അജൂസ് വ്ലോഗ്. ഇത് കഴിഞ്ഞിട്ടൊരു കമൻ്റ് ഇടാമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ഇപ്പം പറ്റത്തില്ല. തനൂജയുടെ ഇന്നത്തെ വീഡിയോയിൽ മുഖത്ത് നല്ല പേടിയുണ്ട്. ബിനു അടിമാലിയുടെ കാര്യം ഓർത്തായിരിക്കും. ബിനു അടിമാലിയുടെ കാര്യം ഓർത്ത് അങ്ങനെ ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണല്ലോ മീറ്റു എന്ന് പറയുമ്പോൾ, അതിനകത്ത് അവൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ അങ്ങനെ പറഞ്ഞതിന് തെളിവില്ലെങ്കിൽ പേടിക്കണം, കാരണം അയാൾ ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ തൂങ്ങുകയുള്ളൂ. തെളിവില്ലെങ്കിൽ പണി കിട്ടും, തെളിവുണ്ടെങ്കിൽ തിരിച്ച് പണി കിട്ടും. അബ്ദുൾ മൊഹീസീൻ, നിങ്ങൾ ആരാ? ഞാനാ ബൂറാ ബഷി.
ഹായ് ഷെഫീന, സുഖമാണോ? സുഖം. നിന്റെ പേര് ഇപ്പം കിട്ടിയില്ലേ? അത് തന്നെ. ബാലു കെ വി, പോലീസ് എന്ന് പറഞ്ഞാൽ അവളെ പറ്റി ഫേസ്ബുക്ക് അത് ഡിലീറ്റ് ചെയ്തല്ലോ. ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളത് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ പറ്റി നിരന്തരമായി മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വീണ ഇപ്പുറത്തുനിന്നൊന്നും പറയുന്നില്ല. വീണ മിണ്ടാതിരിക്കുക, നിശബ്ദയായിരിക്കുന്ന ഒരു പെണ്ണിനെ അപമാനിക്കേണ്ട കാര്യം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം അറിയാം. അപ്പം നിങ്ങൾ പറയണമെന്ന്, എൻ്റെ കാര്യത്തിൽ എന്നെപ്പറ്റി പരമമോശമായിട്ട് അവൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അവളെ കാറ് കയറ്റി കൊല്ലാൻ പോയിരുന്നു, അതിൻ്റെതായ രീതിയിലുണ്ട്. എന്നെ പിന്നെ പോലീസിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെയല്ല വീണ മിണ്ടാറില്ല. വീണ എവിടെയും അവൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തായിട്ടില്ല. നമ്മുടെ ചാനലിൽ അവൾ ഒരു ദിവസം വന്നിരുന്നു, സൈലൻ്റ് ആയിരുന്നു ആ കുട്ടി, ഒന്നും പറയാൻ പോയില്ലല്ലോ, ആരെ പറ്റിയും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, ഇതുള്ളതല്ല. അത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളതെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ പിന്നെ അതിനെ പറഞ്ഞാൽ കിട്ടുമോ? പിന്നെ ഇന്നലെ നമ്മൾ ദേശത്തിലെ എല്ലാ പറിച്ചികൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പലരും ചാടിക്കൊണ്ട് വന്നു. പിന്നെ എന്താ ജാതി അധിക്ഷേപം പോകുന്നു. അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ദേഷ്യം പിടിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാണ്. ഞാൻ ഒരാളുടെയും സമുദായത്തെ പറഞ്ഞതല്ല. പക്ഷെ അങ്ങനെ സമുദായത്തെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോറി ടു ആസ്ക്, ബട്ട് ഇങ്ങനെ തെറിയൊക്കെ വിളിച്ച് ലൈവ് ചെയ്യുന്നത് കൊണ്ട് മക്കൾക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഐ മീൻ ഫ്രണ്ട്സ് ആരെങ്കിലും കളിയാക്കുകയോ മറ്റും ചെയ്തെന്ന് പറഞ്ഞ് ജസ്റ്റ് ടു നോ. ശ്രീകുമാർ കൃഷ്ണ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു ബോധ നിലവാരം തന്നെയാണ് അവൻ്റെ കൂട്ടുകാർക്കുമുള്ളത്. ഈ ഒരു വിഷയം പറഞ്ഞവരാരും കളിയാക്കത്തില്ല. പിന്നെ തെറി വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, തെറി ഞാൻ ചുമ്മാതിരുന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റിരുന്നില്ല തൊപ്പി പറയുന്നതാണൊക്കെ ഇരുന്ന് തെറിയല്ലല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് എന്നെ തെറി പറയുന്നവരല്ലേ, കമൻറ്റ് വായിച്ചിട്ട് അതിനകത്ത് മോശം എഴുതിയിടുന്നവരല്ലേ ഞാൻ തിരിച്ചു പറയണത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എൻ്റെ അല്ലേ മക്കൾ അവർക്കുണ്ടാവും. ഇന്നവരവരങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. എവിടെ ചെന്നാലും ആ കുട്ടികൾക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടേ ഉള്ളൂ. മമ്മി നല്ല നിലപാടുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചില്ല. അതിൽ സോറി ഒന്നും ചോദിക്കേണ്ട, ജെന്യുവൻ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ആൻസർ തന്നത്. You are so elegant. Thank you. Official RJDs, please support. തനീജയുടെ ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം എന്ത്? ഇഷാമുള്ളത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നു. ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറല്ല. ആളുകളെ പറ്റിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു പറ്റിപ്പാണല്ലോ നടക്കുന്നത്. പിന്നെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു പെണ്ണ്, അതിൻ്റെ അപ്പുറം ഒരു കള്ളി, വൻ കള്ളി. ഒന്നാമത്തെ കാര്യം, ഞാൻ അവളെ ഇഗ്നോർ ചെയ്യുക, അവൾ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പറയാണ്ടാത്തത് പറഞ്ഞു, ബോധമില്ലാതെ ഒരുപാട് സംസാരിച്ചു. എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് ഇല്ലാ കഥകൾ പൊതുജനത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്ത് എന്നെ ആവശ്യമില്ലാതെ സൈബർ ബുള്ളിങ്ങിന് കാരണക്കാരിയാക്കി അവളെടുത്ത് മരണം വരെ ക്ഷമിക്കത്തില്ല. അവൾ വിചാരം 30 ദിവസം കഴിഞ്ഞ് അതങ്ങ് തീർന്നു. അല്ല, മരണം വരെ അവൾ എൻ്റെ ശത്രുവാണ്. അതിനകത്ത് തർക്കമില്ല. നിനക്കെന്താടീന്ന്? എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഹായ് ചേച്ചി, ബിഗ് ഫാൻ ഓഫ് യു. അഷ്ന അച്ചു, താങ്ക് യു. ലോഗിൻ ലിറ്റിൽ പ്ലഷർ, ഐ ലവ് യു. ഞാൻ സിയ, ഒരു ഹായ് പറയാമോ? സഫ, ഹായ്. വർഗീയ വിഷമേ, എന്തോ സോറി, എനിക്ക് ഒന്നും അറിയില്ല. ബട്ട് പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതാ. അല്ല, അവൾക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെതിരെ അവൾ കേസ് കൊടുത്തിരുന്നു. ഇന്നാണ് അവർ ഹിയറിങ്ങിനെ വിളിച്ചിട്ട് ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചിട്ടത്. നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് FIR രജിസ്റ്റർ ആകും. കുതിരവധത്തിൽ കൊണ്ടോട്ടി സമയമായി. ഇന്ത്യ യൂട്യൂബ് അടിച്ചു കെട്ടണം, എന്നിട്ട് ഇവളെ പോലെ കാലിൻ്റെ ഇടയിൽ പോയി ഇരിക്കണം. പോടി. ഫാമിലി വ്ലോഗ് വേണ്ട, എന്തിനാ വെട്ടിക്കുള്ളിക്കൂട്ടത്തിന് അവരെ കൂടി ഇട്ട് കൊടുക്കുന്നത്? അസീന ഷാജി, എക്സാക്ട്ലി, അതിൻ്റെ ആവശ്യമില്ല. ഹായ് മാം, സിമ്പിൾ ലൈഫ്. തനൂജ എന്താ നിന്നോട് ചെയ്തത്? കാര്യങ്ങൾ ഓപ്പണായി പറയൂ. ഞാൻ പറഞ്ഞല്ലോ ഡ്യൂ ഡ്രോപ്സ്, ഇനി അതിനകത്ത് എന്ത് ഓപ്പണായിട്ട് പറയാൻ? പിന്നെ എൻ്റെ ചാനൽ സ്ട്രൈക്ക് തന്നത് അവളാണ്. ഫസ്റ്റ് സ്ട്രൈക്ക് അവളുടേതാണ്, 2 സ്ട്രൈക്ക് അവളുടെ ഫേസ് ഞാൻ വെച്ചു എന്നാണ്. എൻ്റെ അതേ വീഡിയോ അവളുടെ കയ്യിൽ വെച്ചിരുന്ന എനിക്ക് തിരിച്ച് സ്ട്രൈക്ക് ചെയ്യായിരുന്നു. ഞാൻ മിണ്ടാൻ പോയില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവളാണ് ചെയ്തത്. അപ്പോൾ ആഹാരത്തിന് വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുത്തി മറ്റൊരാളുടെ ഉപജീവനം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ഇൻകം സോഴ്സ് പൂട്ടിക്കുമോ, ചെയ്യുമോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതല്ലല്ലോ. പിന്നെ അകാരണമായി കൊണ്ടുപോയി പോലീസിന് കേസ് കൊടുത്തു. എന്തിന്?
പോലീസുകാർക്ക് കേസെടുക്കാൻ വകുപ്പില്ല എനിക്കെതിരെ. എന്തിനെടുക്കും? എന്താണ് ഞാൻ ചെയ്ത ക്രൈം? ഒരു സാധനവും അതിനകത്തില്ല. ജിനു പറഞ്ഞ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടു. അങ്ങനെയാണെങ്കിൽ വെറൈറ്റി മീഡിയക്കെതിരെ ജിനുവിന് കേസ് കൊടുക്കാം. ജിനു എന്ന വ്യക്തിയെ ഹറാസ് ചെയ്തത് വെറൈറ്റി മീഡിയയാണ്. ഇവളുടെ പിന്നെ ഇൻ്റർവ്യൂ എടുത്തവർക്കെതിരെ എല്ലാം ജിനുവിന് കേസ് കൊടുക്കാം. കേസൊക്കെ കൊടുക്കാൻ പോയാൽ ഒരുപാട് പേർക്ക് അത് ചെയ്യാം. എന്തടിസ്ഥാനത്തിൽ? പിന്നെ എനിക്ക് ഇത്രയും ദൂരം പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതൊക്കെ കൂടെ തന്നെ എനിക്ക് തിരിച്ച് ചെയ്യാൻ കഴിയും. ബാലു, നാളെ ക്ലാസ് ഉണ്ട്, എപ്പോഴെങ്കിലും കാണാം. ഓക്കെ. തനുജയുടെ എനിക്ക് തോന്നി അതേ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. അന്ന് മുതൽ ബിഗ് ഫാൻ. താങ്ക് യു. ഞാൻ ചോദിച്ചത് വിഷമമായെങ്കിൽ സോറി. ഇഷാമോൾ, എനിക്ക് അങ്ങനെ ഒരു വിഷമവും തോന്നിയിട്ടില്ല. തനുജയുടെ മകൾ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണോ ചേച്ചി? എനിക്ക് തനുജയുടെ കാര്യമൊന്നും അറിയത്തില്ല. സിനിമയിൽ അഭിനയിക്കുക, ഏതെങ്കിലും എവിടെയെങ്കിലും വല്ല മറ്റേ പുരയിൽ കൊണ്ടാക്കുകയോ അതൊക്കെ അവളുടെ ഇഷ്ടമല്ലേ. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. കൊച്ചിനെ കൊണ്ട് ആത്മഹത്യ നാടകം കളിച്ച ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കൊച്ചിനെ വീണ്ടെടുത്ത് ജിനുവിന് കൊടുക്കും. അതിന് തർക്കമില്ല. ഹായ് ചേച്ചി. ഹലോ മാം. ഹലോ. തനൂജ ആയിട്ട് അടിയായോ? സൂര്യ വ്ലോഗ്സ്. ഇങ്ങോട്ട് വരുമോ? ലൈശ്രാം പ്രേംജിത്ത്. ഇതൊക്കെ ആരാണെന്തോ? ഗോവിന്ദരാജു. ഓക്കെ ഓക്കെ ഓക്കെ. ദാറ്റ്സ് ഓൾ ഫോർ ദ കമൻസ്. അനൂസ് വേൾഡ്. എൻ്റെ പേര് പറഞ്ഞു ഒന്ന് പറയൂ. എൻ്റെ നെയിം അൻഫിദ എന്ന്. ക്യാരറ്റ് വിഷയം ഉള്ളതാണോ ചേച്ചി? ക്യാരറ്റ് വിഷയം ഉള്ളതാണോ അല്ലേ എന്നുള്ളതിൻ്റെ തെളിവായിട്ട് 2 പേരുടെ വോയിസ് ഞാൻ കൊണ്ടുവന്നിട്ടു. ഒന്ന് അവളുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ കോഴിക്കോട് സ്വദേശി തീപ്പൂസാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ പെൺപിള്ളയുടെ വോയിസ് നിങ്ങൾ കേട്ടതല്ലേ? അവൾ ക്യാരറ്റ് വിഷയം ഉള്ളതാണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവർ 2 പേരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അത് അവർ പറയുന്നുണ്ട്. പിന്നെ അവളുടെ സ്വന്തം കെട്ടിയവനായിരുന്ന ജിനു, ഇപ്പോഴും വീണയുടെ ഹസ്ബൻഡായ ആൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അങ്കു, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എന്താ ഒപ്പീനിയൻ? ഇന്ദിരാഗാന്ധി മരിച്ചുപോയി, അത് തന്നെ ഒപ്പീനിയൻ. നോക്കി വിൻഡോസിലൂടെ തരാൻ പറ. റൈറ്റ് സൈഡിലെ വിൻഡോസിലൂടെ തരാൻ പറ. ഇവ എന്തിനാ വീട് കൂട്ടിക്കൊണ്ടുപോയാ? പേരീസ് ബിൻസ, ശ്രുതി ആൻഡ് ഷെറിൻ. ഇന്ന് സൺഡേ ആണ്, അവരൊക്കെ പുറത്തു പോയിരിക്കുകയല്ലേ വൈക. എൻ്റെ മക്കളുടെ പേര് പറയുന്ന മോനെ, കം ആൻഡ് ഓപ്പൺ ദ ഡോർ ഫോർ ദ പേഴ്സൺ ഹൂ കെയിം ഫോർ. ഹലോ, കം. Wash. No, he is coming. He is on the way. Was she a strong lady? Who? അവരൊക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്ത് പോയിരിക്കുകയാണ്. ദാറ്റ്സ് വൈ. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. പിന്നെ കുറേ കമൻസിന് മറുപടി തരുന്ന ദിവസമാണ് ഞാൻ ഇന്ന്. ഞായറാഴ്ച സാധാരണ കമൻസിനൊക്കെ മറുപടി ഇടുന്നത്. ഇന്നിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. എത്ര മക്കളുണ്ട് ചേച്ചിക്ക്? എനിക്ക് 2 ആൺമക്കളാണ്. ഷാലിമ ഹായ്. സ്മീ എന്ത് പേരാടോ ഇത്? ചിത്ര വിജയ്. ഇന്ദിര. വാസ് ഷീ എ സ്ട്രോങ് ലേഡി? ഓഫ് കോഴ്സ് ഷീ ഈസ് സ്ട്രോങ്. എൻ്റെ മക്കളുടെ നെയിം പറയുമോ? നഹാൽ, നയറിൻ, ഡ്യൂ ഡ്രോപ്സ്. Where he left. Just to hold the handle on the hold. അപ്പം he will realize that we are trying to open. Yeah, he came, no? ചാനൽ പൂട്ടിയാലും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞ് അടുത്ത ചാനൽ തുടങ്ങിയത് കണ്ടപ്പോൾ എതിർ ടീം ഞെട്ടി. അവർ കരുതിയത് ഷെഫീനയുടെ ചാനൽ പൂട്ടിയ പിന്നെ ഷെഫീന മിണ്ടില്ല എന്ന്. ബട്ട് ഷെഫീന ഈസ് ഡോൺ. താങ്ക് യു ശ്രീകുമാർ.
ഗുഡ് നൈറ്റ് ശാന്താകുമാരി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ് ഷാജി. ഗുഡ് നൈറ്റ്. ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു.